ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടിയുള്ള സ്ഥലത്തല്ല. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തിലാണ്. അതായത് ഞങ്ങളുടെ കസിൻസിൻ്റെ വീടിൻ്റെ അവിടെയാണ്. അതായത് നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ പോകാതിരിക്കാൻ പറ്റത്തില്ലോ. അപ്പം ഇവിടെ നിന്നാണ് ഇനി നേരെ വണ്ടി എടുത്തോട്ട് പോകുന്നത്. അതായത് നമ്മൾ കിടന്ന സ്ഥലത്തു നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. വണ്ടി അവിടെ തന്നെ കിടക്കുവാണ്. അപ്പം കഴിഞ്ഞ എത്ര മാസം മുമ്പ് നമ്മൾ വന്നേ? നമ്മൾ ഒരു 6 മാസമായോ? 6 മാസം മുമ്പേ നമ്മുടെ മീൻ പിടിക്കാനും ഇതിലൊക്കെ കൊണ്ട് കാണിച്ച മോഹൻ പാപ്പനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കുടുംബം അല്ലേ? അങ്ങനല്ലേ? കറക്റ്റ്. അത് തന്നെ ഗൈസ്. ഞാനിവിടെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ ഇതിൽ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ, ഇഷ്ടംപോലെ ഇതിൽ നടന്ന സ്ഥലമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും +2 കഴിഞ്ഞപ്പോഴും ഒക്കെ. അപ്പോൾ പാപ്പൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മീനുണ്ടാവും, പിന്നെ കൃഷിയുണ്ട്. ഇത് കൃഷിപ്പാടായിരുന്നു. നമ്മുടെയൊക്കെ ഇതുണ്ടായിരുന്നു, വയലുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വെള്ളം കയറിപ്പോയി. ഈ പ്രാവശ്യം വെള്ളം കയറി, അതെ എല്ലാ പ്രാവശ്യവും വെള്ളം കയറും. ഇപ്പോൾ സീസൺ കഴിഞ്ഞു. അപ്പോൾ മൊത്തം പോളയായി. ഈ കാണുന്നതൊക്കെ പോളയാണ്. കൃഷി ഇറങ്ങും. എത്ര? 1.5 മാസം കഴിയും. 1.5 ആകുമ്പോൾ വെള്ളം കുറയുമോ? മോട്ടർ വെച്ച് പറ്റിക്കും. അതാ മറ്റേ പുള്ളിക്കാരൻ പിടിച്ചെന്ന് പറഞ്ഞ. അത് പിടിച്ചതല്ലേ? ഇതേ ഇവിടെ നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ ആമ്പലുകൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിപ്പോൾ ഇതിന്റെ കറക്റ്റ് സമയം അല്ലാത്തതിനാൽ അതെല്ലാം മൂക്കൂത്തി വീണു. മൊത്തം ചോപ്പായാണ്. ഇപ്പൊ 1.5 അടിച്ചെല്ലാം മൂക്കൂത്തി വീണ പോലെയാ. വൈകുന്നേരം ആകണം ഇപ്പൊ എല്ലാത്തിനും. ഇതാക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കല്ലേ ആവുള്ളൂ. രാവിലെ അല്ലേ? അവിടെയൊക്കെ മറ്റേ ഇവിടെയൊക്കെ നമ്മുടെ ബോട്ടിയെട്ടിയില്ലേ, അവിടെയൊക്കെ മൊത്തം പോളയാ. ഇപ്പൊ ഈ ഭാഗം മാത്രം പോളയില്ലാത്ത. അമിത എങ്ങോട്ടാ കൈസ്? ഈ ഭാഗം മാത്രം തന്നെ പോളയില്ലാത്ത. കാറ്റ് എങ്ങോട്ട്? വണ്ടി വാരി ഇട്ടാക്കുന്ന കടല്. പിന്നെ അവിടെ ഇതല്ലേ മോട്ടോർ വാരി? ഇത് മുങ്ങിപ്പോയോ? മീൻ പോകുന്ന നോക്കി. മീനുണ്ടോ പാപ്പ? ശ്രദ്ധിച്ചു പോകണം കേട്ടോ. ഞാൻ പാപ്പൻ്റെ ഒന്നിൻ്റെ സൈക്കിളായിട്ട് പോയതാ. ഞാൻ ഫടാഫട്ടുന്നൊരു വീഴ്ചയായിരുന്നു ഇതേ തൊട്ടപ്പുറത്തെ തറയുന്ന. എന്നിട്ട് എൻ്റെ പള്ളയിൽ ഇതേ കിടക്കുന്നു പാഡ്. ഓഫ്, എൻ്റെ ഞങ്ങളും മേടിച്ചോട്ടോ ഒന്നിൻ്റെ സൈക്കിള് മേടിച്ചു. താറാവ് നോക്കി എന്തോരെയാന്ന്. ഇതൊക്കെ വെള്ളം, ഇതൊക്കെ ഫുള്ള് പാടമായിരുന്നു. ഇതൊക്കെ ഫുള്ള് കൃഷിയായിരുന്നു, നെൽപ്പാടമായിരുന്നു ഇത് മൊത്തം എല്ലാ സ്ഥലത്തും. പക്ഷെ ഇതൊക്കെ വെള്ളം കയറി പോള കയറി 1.5 മാസം കൊണ്ട് ഇത് മൊത്തം പോവുമോ? അടിച്ചു കളയാനേ? വാരി കളയുവോ? ഇപ്പൊ ഇതിന്റെ അകത്ത് അപ്പൊ ഈ മരുന്നടിക്കുന്ന സമയത്തല്ലേ മീന് മറ്റേ ഇതൊക്കെ ഉണ്ട് സൂക്ഷിക്കേണ്ടത്? കെട്ടുണ്ടല്ലേ? ചെമ്മീൻ കെട്ടുണ്ട് സൂക്ഷിക്കണ്ടേ? അല്ല സൂക്ഷിക്കണ്ടേ? ആണോ? വേറൊരു കാര്യം ഉണ്ടവരെ, ഇപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പിടിച്ച മീനിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാലേ ഇവിടെ എന്നൊക്കെയായിരുന്നു? പള്ളത്തി, ബ്രാല്, വരാല്, കരിമീന്. ഞാൻ വെറുതെ വീശി കാണിച്ചേ കിട്ടൂലല്ലേ? അപ്പുറം പോയി ചാടണ്ടേ? പാപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന് വെറുതെ വീശി കാണിച്ചു. അപ്പോൾ ഇച്ചിരി കിട്ടിയാന്നുണ്ട്. വേണം വെറുതെ വീശ, അല്ലാതെ കിട്ടാനായിട്ട് വീശിട്ട് കാര്യമില്ല കേട്ടോ. കാരണം എല്ലാം കലങ്ങി കിടക്കുമല്ലേ. ഇതൊക്കെ ഇപ്പൊ ലെവലായി പറഞ്ഞു. വല എന്തി എടുത്തോണ്ടോ? ഒരു വീശ് വീശോ വെറുതെ. വാ ഗൈസ്, എന്നാ ഞങ്ങൾ പോയിട്ട് അങ്ങോട്ട് വരാട്ടോ. ജെട്ടി പോവാ. ബോട്ടുണ്ടോ പാപ്പ? നിന്നോ? ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നിന്നോ? ഗൈസ് ഒരു ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് എത്ര മണിക്കായിരുന്നു? 3 മണിക്കല്ലേ? 12:45 കാവാലം. ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നിന്നു. എന്നാ ഫ്രെയിമാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ ഒരു സിനിമ ഷൂട്ടിങ് ചെയ്താണ്ടല്ലോ, കളം മാറും. ഞങ്ങളിവിടെ നിൽക്കാം. ഗൈസ് ഇവിടെയൊക്കെ ഒരു സിനിമ ഷൂട്ടിങ് നടത്തിയ കളം മാറും. അമ്മാതിരി പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. എവിടെ സ്ഥലങ്ങളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഒരു സൂര്യാസ്തമയം. ഇവിടെ വരും. അതൊരു 1.5 കാഴ്ച. ഉദിക്കുന്ന ഇവിടെയും കണ്ട. അറിയാവോ? പക്ഷെ ഇതിന് നല്ല താഴ്ച ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പണ്ട് ഞാൻ ചങ്ങനാശ്ശേരി ആദ്യം വന്നപ്പോ ഒരു പൂ പോലെ ഇരിക്കുന്നു. ഈ പോള കിടക്കുക. ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് ചാടി. അന്ന് മുങ്ങി പോയാൽ മക്ക ഭാഗ്യം അല്ലേ? പിന്നീട് ചോദിക്കുന്നുണ്ട്, നീ ക്യാമിയ റോൾ ആണോ എന്ന്. ശിവൻ കുറച്ചേ മിണ്ടത്തുള്ളൂ കേട്ടോ. എല്ലാം പറഞ്ഞിരുന്നേ. ഈ ക്യാമിയ റോൾ എന്ന് വെച്ചിട്ട സംഭവം ഇടയ്ക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് വരും. അങ്ങനെ ശിവനിങ്ങനെ അവന് കാമയുടെ ഫാമിലി ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി ഷൈനി ആണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അവനാണ് എൻ്റെ പണ്ട് പോലുള്ള വീഡിയോയും സംഭവമൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ആയില്ല, അത് പുള്ളി വന്നിട്ടിരുന്നത്. നമ്മളിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ തെങ്ങി കെട്ടിയിടും. എന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വിടാം. പിന്നെ ഒരു രസമെന്നറിയോ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, അത്ര രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ പോയിട്ടുള്ള ഇത്രയും
ബ്യൂട്ടിഫുൾ. ഈ ആലപ്പുഴ എന്ന് പറഞ്ഞ സംഭവം, ആലപ്പുഴ, കുട്ടനാട്, ചങ്ങനാശ്ശേരി, വെട്ടിത്തുരുത്ത്, ഇത് ലോകത്തിന്റെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 വിളക്കിന്റെ നാടല്ലേ? അല്ല, ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഇതിന്റെ സൗന്ദര്യം ഇവിടെ തന്നെ കിട്ടുള്ളൂ. അത് സത്യം കേട്ടോ. ഈ ലോകത്തിൽ സീ ലെവലിൽ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണിത്. ആ അതെ, നീ പറഞ്ഞു കറക്റ്റാ ഞാൻ പറഞ്ഞത്. ഗൈസ്, നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് ഇവിടെ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു 6 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ശരി, നമ്മൾ വന്നിട്ടൊരു 6-7 ദിവസമായി. ഇനിയിപ്പോൾ 2-3 സ്ഥലത്തും കൂടെ കയറാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. വണ്ടി നേരെ എടുത്ത് വെക്കേണ്ടത് കോട്ടയത്തിനാണ്. കോട്ടയത്തു നിന്ന് നേരെ എടുത്ത് വെക്കേണ്ടത് പിറവത്താണ്. അത് കഴിഞ്ഞാൽ നേരെ ഇരുമ്പനം. ഗൈസ്, ഞാൻ വരുന്ന വഴിയിൽ കൂടെ എല്ലാം നിങ്ങൾ വരുക. അത് കഴിഞ്ഞിട്ട് നേരെ വീട്. യെസ്, അല്ലടാ, പവർ സ്റ്റിയറിങ് ഇപ്പം കോട്ടയം നമ്മൾ നോക്കുന്നില്ലേ? അല്ല, ശരിയായില്ലെങ്കിലേ നമ്മൾ ഇത് ചെയ്യണ്ടേ, കോയമ്പത്തൂർ പോകണം അല്ലേ? അങ്ങനെ വിഷയമില്ലേ? എന്നാലും എത്താൻ പറ്റുമെന്ന് തോന്നില്ല. നോക്കിയാൽ ദൂരെ തറവാന്ന് നോക്കിയാൽ വെരി ബ്യൂട്ടിഫുൾ. എന്ത് രസമെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം വലയും കൊണ്ട് വരും കേട്ടോ. അപ്പം വല കൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെയാണ് വീട് നമ്മുടെ. ദേ ഈ കാണുന്ന അവിടെ ഒരു വള്ളം കാണുന്നുണ്ടോ നിങ്ങൾ? ദേ ആ ഒരു മാവ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെയാണ് വീട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് നേരെ ഇങ്ങോട്ട് വരേണ്ടത്. ഗൈസ്, ഇവിടെ വരാൻ നേരത്തെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കും. എങ്ങനെ സൈഡിലൊക്കെ ചാടിയാക്കില്ല, ഇവിടെ ഒക്കെ കുറ്റിയുണ്ട്. അതായത് ഇവിടെ കുറ്റി അടിച്ച് തള്ളിപ്പോയിരിക്കാൻ വീണിട്ട് എൻ്റെ ഇവിടെ കുറ്റിയാ. അത് ഈ സൈഡിൽ ഈ തെങ്ങിന്റെ കുറ്റി അടിച്ചു നോക്കും. ഇവിടെ ഒക്കെ ഇറങ്ങാൻ നേരത്തെ നമ്മൾ ശരിയായ. പിന്നെ വേറെ കാര്യം, ഈ വെള്ളം കണ്ടിട്ട് എത്ര നീന്തറിയാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ചാടിയാക്കില്ല, ഇറങ്ങാവുള്ളൂ. ഒരിക്കല ചതുപ്പ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ്. ഇവിടെയുള്ള ആൾക്കാർ നിങ്ങൾ വാക്ക് കേട്ടിട്ട് എന്താണെന്ന് ചെയ്യുക. അതെ, ഇവിടെ വരാൻ നേരത്തെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടിടാനൊക്കെ വരുന്ന സ്ഥലം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ ആമ്പല് ഇത്രയും പാടത്ത് വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഹെക്ടർ കിടക്കുമല്ലേ? ഏക്കർ ഹെക്ടറിൽ ഏകദേശം ഒന്ന് തന്നെയാ. പുറണ്ടായത്തൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ബോട്ട് വന്നിരിക്കുന്ന ബോട്ട് ജഡ്ഡി എന്ന് പറയുന്ന സാധനം ഇതൊക്കെ പഴക്കത്തിൽ നിന്ന് പോകുള്ളൂ. ഉറപ്പാ. ആൾക്കാരൊക്കെ സ്കൂട്ടർ, വണ്ടി അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പം നമ്മളിപ്പം വിദേശ രാജ്യത്തൊക്കെ കാണൂലേടാ, നമ്മളവിടെ ചെല്ലുമ്പോൾ അവരോട് പറയൂലേ, അതായത് വിദേശ രാജ്യത്തൊക്കെ നമ്മൾ ചെന്നിട്ട് അവിടെ നമ്മൾ പറയൂലേ, ബസ്സില്ല, അയ്യേ ബസ് കണക്ഷൻ ഇല്ല, അയ്യോ ഇവിടെ ഒന്നും വണ്ടിയില്ല, ട്രാൻസ്പോർട്ടില്ല, ലോറി ഇല്ല, അതില്ല എന്നൊക്കെ നമ്മൾ പറയൂലേ. അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ അതേപോലെ സംഭവിക്കും. എല്ലാവർക്കും വണ്ടിയായി, സ്വന്തം ഇതായി. ഈ വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയായി മാറിയത്. അതായത് ടൗണുകളിൽ ബസ്സൊക്കെ ഉണ്ടാവും, വിദേശ രാജ്യത്ത് ഇപ്പൊ കാണുന്നത് അത് കുറച്ചും കൂടെ വരും. അത് ടൗൺ ഏരിയ ബസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ ഗ്രാമ റോഡുകളിലൊക്കെ ബസ്സുകൾ ഇല്ലാതില്ലാതെ മാറിക്കൊണ്ടിരിക്കുമല്ലേ, അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ ഭയങ്കര ശ്രമിക്കുന്നുണ്ട്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ അവരെ ഇംപ്ലിമെന്റ് ആക്കി അവരവിടെ സക്സസ് ആക്കുക. സക്സസ് ആകാത്തൊരു സാധനമാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ഇതാണ് പഴയ ബോട്ട് കെട്ടി. ഇവിടെ കൊണ്ടിങ്ങനെ നിർത്തും. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഇവിടെ വണ്ടി നിർത്തിയതും ഇവിടുന്ന് ഞാൻ കയറിയിട്ടില്ല അവരിവിടുന്ന് ഇങ്ങനെ പോയതും അതും ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാനൊരു സാധനം ഞാൻ ആ പയ്യനെ വിളിച്ചിട്ടുണ്ട്, അവൻ ഫോൺ എടുത്തില്ല. ടൗൺ വരെ പോയത് അതിന്റെ സംസാരിക്കട്ടെ. അവന് 500 തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ ഞാൻ 1000 രൂപയ്ക്കാണ് പിടിച്ചത്. അതെ, നമ്മളിപ്പം പോകൂല, സാധനം എടുക്ക്. എങ്ങനെയും വേറെ വീട്ടിൽ പോയി സാധനം എടുത്തിട്ടില്ല. അതായത് നമ്മളിപ്പം പോവല്ലേ തുടയ്ക്കാൻ തുണി പോയി കഴിഞ്ഞിട്ട് സാധനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആരും എടുക്കാൻ വേണ്ടി വരും. 500 രൂപയ്ക്ക് തരൂലെന്ന്. 500 രൂപയ്ക്ക് വിലയില്ലേ ഗൈസ്? ഇവിടെ ആ താറാവ് വരുന്ന ഇതേപോലെ ബോട്ടൊക്കെ പോകുന്നത്, അതിന്റെ ആ ഒരു ഓളം കണ്ടോ? താറാവ് പോകുന്നതിന്റെ കാലിട്ട് തന്നെ അടിയായിരിക്കും അടിക്കുന്നതെന്നറിയാം. ആശയം നോക്കിയേ, വേറെ കാര്യമുണ്ടേ, ഇവന്മാര് സ്വിമ്മിംഗ് പൂളിലാന്ന് അവന്റെ വിചാരം. നോക്കിയേ, ഒരു കാര്യമുണ്ട്, എന്നാ രസമാടാ. ഇപ്പൊ ഈ താറാവിനെ നമ്മൾ ഇതിനകത്ത് നീന്തി തോപ്പിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ കരേൻ്റെ അകത്ത് നമുക്ക് ഇവനെ ഓടി തോപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓരോ മനുഷ്യനും ഓരോ ജന്തുജീവിക്ക് അതിനായ കഴിവുണ്ട്. പക്ഷെ അതാണ് പറയുന്നത്, ഓരോ മനുഷ്യനെ വെച്ച് ഓരോ മനുഷ്യനെ താരതമ്യം ചെയ്യരുത്. പക്ഷെ അവനെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കാൻ പറയരുത്. അതിന്റെ ഒത്തിരി ഉദാഹരണമാണ് താറാവ്. സമാധാനമായി ഇവന്, സന്തോഷമായി. പാപ്പനെന്തി? പാപ്പനെത്തി. ഈശോലല്ലേ പാപ്പ? കിട്ടിയാലോ നന്നായിട്ട് കിട്ടിയാലോ? സാധ്യതയുണ്ടോ? വലിയ 2 കരിമീൻ കയറാൻ സാധ്യതയുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം. പാപ്പ സാധനമൊക്കെ എടുത്ത് നല്ല ഒന്നാന്തരം വീശിയല്ലോ. പാപ്പനിപ്പം 30 വർഷമായോ പാപ്പ ഇതിൻ്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്? 30 വർഷമായോ? അല്ല 30 അല്ല, പാപ്പനിപ്പം എത്ര വയസ്സായി? 27 വർഷമായി. ഏത് ഇവിടെ? 27 വർഷമേ ഉള്ളൂ. 57. 27 വർഷം ഒരിക്കലും അല്ല. അതായത് പാപ്പനൊന്നും മലബാറിലേക്ക് വന്നില്ല. നമ്മൾ
മലബാറിലോട്ട് മലബാറിൽ നിന്ന് ഞാൻ എന്നെ പ്രസവിച്ചോണ്ട് ഞാൻ മലബാറിൽ നിന്ന് പോരുകയില്ലായിരുന്നു. കൈക്കുഞ്ഞുമായിട്ട് പോരുകയില്ലായിരുന്നു. തിരിച്ചു അല്ല അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടെ തിരിച്ചു വരുമോ? ഇല്ലില്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങോട്ട് അവിടെ നിന്ന് പോരുകയില്ലായിരുന്നു. ആ അവിടുന്ന് പോരുന്നുണ്ട് ഇപ്പൊ 57 വർഷമായി. 57 വർഷമായില്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത് ഇവിടെ നല്ലേ നമ്മളെല്ലാരും അങ്ങോട്ട് പോയേ, അതെ അവിടെ നല്ലേ പാപ്പനൊക്കെ തിരിച്ചു വന്നേ. അതെ അതെ. ഇവർക്ക് അവിടെ ഇഷ്ടപ്പെടാത്തോണ്ട് ഇവര് തിരിച്ചു വന്നു. എൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ അമ്മയും അവിടെ തന്നെ നിന്നു. എൻ്റെ അപ്പൻ നേരെ സാധനം ഇതിലേക്ക് ഇട്ടു, നേരെ ഇത് എങ്ങനെ ഇടുന്നു. ഇത് കറക്റ്റ് അറിയാല് ആളും വെള്ളവും ഒരുമിച്ച് അതിനകത്തോട്ട് പോകും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീശിപ്പോ എന്തൊക്കെയോ കിട്ടിയില്ലായിരുന്നു. വയമ്പ് അങ്ങനെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട്. അത് കുറെ മീനെ പാപ്പം വിട്ടു. രാവിലെയാണ് ശരിക്കും ഇത് പിടിക്കാൻ വേണ്ടി പോകുന്നത്. കൃഷിയുള്ള സമയത്ത് ഒച്ച ഉണ്ടാക്കൂല്ലോ, മിണ്ടാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനൊന്നുമില്ല. കിട്ടണേ കിട്ടണേ ചിലപ്പോൾ അടിക്കും കേട്ടോ, പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ശരിക്കും പാപ്പൻ്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഇവിടെ കൃഷിയുള്ള സമയത്ത് രാവിലെ എണീക്കും, കൃഷി നെൽപ്പാടം, പിന്നെ അവിടെ ഇതൊക്കെ ഉണ്ടാവും, മറ്റേ നമ്മുടെ കോവയ്ക്ക, പിന്നെ പാവയ്ക്ക, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ സെറ്റ് ചെയ്ത് നേരെ രാവിലെ കൊണ്ട് ചന്തയിൽ കൊടുക്കും. പിന്നെ മീനുണ്ട്, മീൻ കൊണ്ട് കൊടുക്കും. പാപ്പ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ 10 രൂപയുടെ മീനൊക്കെ കിട്ടൂലേ, 10,000 രൂപയുടെ മീനൊക്കെ ചില ദിവസം പിടിക്കും കേട്ടോ പാപ്പൻ. പക്ഷെ അത് എപ്പോഴും കിട്ടത്തില്ല, അതാണ് എൻ്റെ വിഷയം. ഒന്നുമില്ല. അയ്യോ പോള മാത്രമേ ഉള്ളല്ലോ. ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇല്ല. നമ്മളത് വേറെ എവിടെ ഇട്ടിട്ട് കിട്ടിയായിരുന്നല്ലോ പാപ്പ. പാടത്ത് കൃഷിയുള്ള സമയമില്ലായിരുന്നു. ഈ താറാവ് ഇതിലെ പോകുന്നോണ്ടാ. ഈ താറാവ് ഇതിലെ പോകുന്നോണ്ടാ. വെള്ളം കൂടുതല. അപ്പം മടക്കി വീശയിലേ കിട്ടത്തുള്ളൂ. ഈ മടകളില്ലേ ഏത് അവിടെ ആ കാണുന്ന വരമ്പല്ലേ പറയുന്നേ? വന്നില്ലേ മനസ്സിലായി. അവിടെ വീശാലോ. അതിനാ വല പോവും. ഈ വല പോവും. ഈ വലയ്ക്ക് എത്ര വിലയുണ്ട്? ഈ വലയ്ക്ക് എത്രയുണ്ട്? അമ്മോ, ഒരു വലയുടെ വില കേട്ടോ നീ. ഈ 1500 കഴിഞ്ഞ വർഷം 10-ാം കോട്ടിന്ന് അവർ എന്നോട് പറഞ്ഞു. പൊന്നും മക്കളെ, 10-ാം കോട്ടിൽ ഈ വല നിന്ന് ഉരുകി ഞാൻ. ഈ വലയ്ക്കാ? വല നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അക്കരെ പോയിട്ടൊന്ന് എറിഞ്ഞു നോക്കിയാലോ പാപ്പ? എന്തിയാ അതിനാ? കഴിച്ച് നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലാണ് ഇവിടെ സ്വന്തം വഞ്ചി ഉണ്ടാകുന്നത്. വഞ്ചി പക്ഷെ കാണാൻ പറ്റൂലേ? കാണാൻ പറ്റുമോ നമുക്ക്? അവിടെ ഇട്ടു. എവിടെ? അപ്പുറം. എനിക്ക് മനസ്സിലായി. അങ്ങനെ ശരിയല്ല കേട്ടോ, വെള്ളം കാണാൻ പറ്റില്ല. എല്ലാവരുടെയും വീട്ടിൽ ഇവിടെ വെള്ളം ഉണ്ടാവും. ഇവിടെ ആരുടെയും വീട്ടിൽ നിന്ന് വെള്ളമില്ല. മറ്റേ ഇല്ലേ അതിന് പോയാലോ? ശക്തമായി നമ്മൾ ചോദിക്കുമല്ലേ? അടുത്തല്ലോ എവിടെയാ? സാധാരണ ഇട്ടാ കിട്ടണ്ടാണ് കേട്ടോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടണ്ട. എവിടെയാ? ഇതാ പാപ്പ, ഇവിടെ എന്താ പൊങ്ങുന്നുണ്ട്? ആറുവെള്ള ചോദിക്കണ്ടേ? അപ്പൊ എങ്ങനെ അപ്പുറത്തോട്ട് ഇറക്കും? എങ്ങനെ ഇറക്കും? അതെങ്ങനെ ഇറക്കും? എന്നിട്ട് നമ്മൾ ഇവിടെയല്ലേ ഇറക്കണ്ടേ? വള്ളം കാണിച്ചു തരാം കേട്ടോ, ഒരു വള്ളം കാണിച്ചു തരാം. അല്ലാതെ ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം വെച്ചാൽ അത് വലിയ പണിയാണ്. വിചാരിക്കുന്ന പോലെയല്ല. കിടുങ്ങാവണി വരെ നിന്ന് കുലുങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അകത്ത് പോളക്കകത്ത് ഇറങ്ങണം. അത്ര പോകുന്നത് ഇറങ്ങണ്ട പാപ്പ, അവിടെ വരെ പോവാ. ഇനി എപ്പോഴാണ് എടുക്കുന്നത് പാപ്പ? ഇനി എപ്പോഴാണ് എടുക്കുന്നത്? അതിനെ ശ്രദ്ധിക്കണേ. കുഴിയുണ്ട്, അമിതനോടും പറയണേ. അമിത നോക്കണേ, കുഴിയുണ്ടേ അമിത. ഈ വെള്ളം പോയി. വേണ്ട ഇറക്കണ്ട. കുറ്റിയുണ്ട് ഇതിനകത്ത്. വേണ്ട എന്റെ പൂതിയൊക്കെ തീർന്ന അത് നോക്കി. വേണ്ട ഇറങ്ങണ്ട. അവൻ്റെ അമ്മ വീട് ആലപ്പുഴയാണ്. വെള്ളം പക്ഷെ വെള്ളം ഇറക്കാൻ പറ്റത്തില്ല. ശരിക്കും വെള്ളം ഈ കായലിനകത്താണ് ഉണ്ടാകേണ്ടത്, പക്ഷെ ഇപ്പൊ അത് പാടത്തിലാട്ടുണ്ട്. ശരി, എന്തിനാ എപ്പോഴാ പാപ്പ ഇത് ഇറക്കുന്നത് നമ്മൾ അപ്പുറത്തോട്ട്? കെട്ടിയല്ലേ? ഇത് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നല്ലേ പാപ്പ? ഈ നിലം എത്ര? 5 ഏക്കർ. 1.5 ലക്ഷം രൂപ. എത്ര മാസം? ഒരു കൃഷിക്ക്. ഒരു കൃഷിക്ക് 6 മാസം ഒരു കൃഷി. 4 മാസത്തിൽ കിട്ടുന്നില്ലേ? 4 മാസത്തിൽ കിട്ടുന്നേ ഇല്ലേ? ഇഷ്ടപ്പെട്ടോടാ? അടിപൊളിയല്ലേ?
ഭയങ്കര പീസ്ഫുൾ അല്ലേ? നിന്റെ അമ്മേൻ്റെ അവിടുത്തെ ഏരിയ ഇതേപോലെയാ? ആ ഇവൻ്റെ അമ്മ വീട് ഇവിടെ ആട്ടോ, ആലപ്പുഴ. എവിടെയാടാ? ചെന്നിത്തലയാ? അപ്പം ഇവിടെ തൊട്ടടുത്തല്ലേ? ആ ഇവിടെ തൊട്ടടുത്ത് നിന്നിപ്പോൾ കാലാവസ്ഥ മാറുന്നുണ്ടല്ലോ. മഴ പെയ്യുമോ വാപ്പാ? ആ ഉറപ്പാ? ഓ ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ കണ്ട ഇതൊന്ന് 40,000 50,000 പേരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവർക്കറിയാം 40,000 50,000 പേർക്ക് ഇവിടെ നമ്മൾ ഡ്രോണൊക്കെ പറത്തിയായിരുന്നു. കൃഷി സമയത്ത് വന്ന കൃഷി സമയത്ത് വന്ന കിടിലനായിരിക്കും, കിടിലൻ. ഒരു രക്ഷ ഉണ്ടാവില്ല. ഇതങ്ങോട്ട് പോകുന്ന പൈപ്പാ? ചൂടല്ലേ? ഇതങ്ങോട്ട് പോകുന്ന പൈപ്പാ? ഈ പൈപ്പ് ഇത് പൈപ്പല്ല. പൈപ്പല്ല അത്. ഇത് നീ പോളെ ചവിട്ടി വയ്ക്കുക, നല്ല ചൂട്. ഞാനില്ല, നീ ചൂട് കൊണ്ടിട്ട് നീ എന്നെ അതിനകത്ത് പെടുത്തുന്നു. വലയല്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല പട്ടി കടിക്കുന്ന ആ പട്ടീനെ കമ്മിട്ട പിടിച്ചു കണ്ടോ അറിയാലോ. അത് ഏതാ സാധനം? അത് മാത്രമല്ല, ഞങ്ങളുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സേ, ഞാൻ അവന് പട്ടിയുടെ തലയിൽ പിടിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്നെ കടിച്ചത് കണ്ടില്ല. അവനും പോയി തലോടി കമ്മിയില്ലേ? അവൻ്റെ കിട്ടി. ഗൈസ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെ ഇങ്ങനെ നടന്നു പോകാൻ എന്ത് രസം അറിയാം. നല്ല തണുത്ത കാറ്റ്, റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ചെറിയ റിസോർട്ട് പോലെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ല ഇവനെ റിസോർട്ടൊക്കെ വന്നാൽ ഇവിടെ സൂപ്പറായിരിക്കും. പക്ഷെ ഇവിടെ കിട്ടത്തില്ലല്ലോ, കിട്ടത്തില്ല. ഇവിടെ നിലം, അതായത് നമുക്ക് വീട് വെക്കാൻ പറ്റിയ എത്രയോ പാപ്പാ വീട് വെക്കാൻ വേണ്ടി ഞാൻ കണ്ടുവരുന്ന വഴിക്ക്. ആ അല്ല ആളുണ്ടോ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നമുക്കിവിടെ എത്ര വരെ മറ്റേ കരയായിട്ട് തിരിക്കാൻ പറ്റും? ആകെ വീട് വെക്കാൻ വേണ്ടി 7 സെന്റ്, 10 സെന്റ് കനയിലോ 10 സെന്റ് മാത്രമേ ഇവിടെ തിരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് എല്ലാം കരയാക്കി അങ്ങനെ തിരിക്കാനൊന്നും പറ്റില്ല. ഇതിനകത്ത് കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് കൃഷിഭൂമി, ഇതിനകത്ത് വീട് വെക്കാനുള്ളൊരു സ്ഥലം മാത്രം തിരിക്കാൻ കിട്ടും, വേറെ ഒന്നും കിട്ടത്തില്ല. പാപ്പനിപ്പം കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി പാപ്പ? 25 വർഷമായി പാപ്പൻ കൃഷി തുടങ്ങിയിട്ട്. അതായത് നെല്ല് അതുപോലെ സംഭവങ്ങൾ. പുള്ളിയുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ കായലിലെ മീന്, പിന്നെ അതേപോലെ തന്നെ കൃഷി, ഇതൊക്കെയാണ്. ഇപ്പം മീൻ കുറവല്ലേ പാപ്പ? അതിനാ അല്ലല്ലോ ഉണ്ട്. അല്ല മറ്റപ്പാട് കിട്ടൂല. ഇനി കണ്ട ഇറക്കാൻ നേരത്ത് വലയിടാന്ന് കൂടാ ഇതിലെ കൂടെ ഇതിനകത്ത് കൂടെ ഉണ്ടല്ലോ. ഇതാറ കൂടെയാ? ഇതാറ കൂടെയാ? ഇത് അതായത് ഈ കാണുന്ന ഇതിനകത്തായിരിക്കും മീനുണ്ടാവുക. അത് നേരെ ഇങ്ങനെ ഇറങ്ങി ഇതിനകത്തോട്ട് വരും. അതിനെ പിടിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ചാടുന്നുണ്ടോ? ചാടുന്നു ഇഷ്ടം പോലെ. പള്ളത്തിയൊക്കെ എന്റെ മോനെ രസം. പള്ളത്തി ഭയങ്കര കുറവാ, എല്ലാം കുറക്കണം. അതവിടെ കിട്ടൂലേ? ഇത് നടക്കൂല കേട്ടാ. ഇവിടെ വീശാൻ പറ്റൂല, വല പോകൂലേ? ഇവിടെ ഇപ്പൊ എത്ര വീട് കുറഞ്ഞു? ഇവിടെ ഇത്രയും വീടല്ലായിരുന്നല്ലോ, വേറെ അതിൻ്റെ ഇടയ്ക്ക് 2 വീടൊക്കെ ഇല്ലായിരുന്നോ? ആ ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര വീടായിരുന്നു? 11 വീട്. 3 വീട് പോയി. ഇപ്പം 9 വീട് അടുത്തേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ഉള്ള സമയത്ത് വീട് കൂടുതലുണ്ട്, ഇപ്പം വീട് കുറഞ്ഞു. 6-7 വർഷം കൊണ്ട് എത്ര വീട് പോയല്ലേ? കുറേ പേരൊക്കെ കരയിലേക്ക് മാറി. അതിനാ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ കടവ്. ഇത് കടവ കേട്ടോ. ഈ വീട്ടുകാരുടെ കടവാണ് ഈ കടവ്. അതിനാ ഇത് നമ്മൾ ചെയ്തോണ്ടിരുന്നല്ലേ? ഇത് പാപ്പ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ കണ്ട് നമ്മൾ വലയിട്ടില്ലായിരുന്നോ? ഇവിടെ എവിടെയും കണ്ട് അന്നും കരിമീനെ കണ്ടിട്ടാടാ. വെള്ളം തട്ടിവില്ലേ? വെള്ളം കയറി കിടക്കുന്ന നോക്കിയാൽ എന്തോരെയാന്ന്. ഇതല്ലേ? ഇതിന് നമ്മൾ റെന്റ് കൊടുക്കണ്ടേ? ഇതെല്ലാം ഇതല്ല കോവയ്ക്ക കേട്ടോ. കഴിഞ്ഞു. നമുക്ക് എവിടുന്ന തേങ്ങയിടാന്ന് പറഞ്ഞ 2 എന്ത് രസമെന്ന് നോക്കി ഇതിൻ്റെ അകത്തോട്ട് നടന്നത്. നിങ്ങൾക്ക് ആ ഫീലിങ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല കേട്ടോ. അവിടെ ഈ ഒരു ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് പിന്നെ വേറെ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ജീവിച്ചവർ എന്താ ആഗ്രഹിക്കുന്നത്? ഇവിടുന്ന് പോയി പാപ്പനൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിൽ വന്ന 2 ദിവസം എനിക്ക് പോണം, പറ്റൂല, പോണമെന്ന് പറയുള്ളൂ. തിരക്ക ഇങ്ങനെ ഒരു ഇതല്ലടാ. അതായത് ശരിക്കും പറയണ മീൻ വെക്കാം. മീന് നമുക്കിപ്പോൾ കറി വെക്കാൻ മീൻ വേണോ? രാവിലെ മുതൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കൂട്ടാനുള്ള സാധനമൊക്കെ ഒപ്പിക്കാം. ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇത് കള്ളി എത്തുന്ന കേട്ടോ. ഇതേ ആണോ? അത് ചവിട്ടല്ലേ ഇവനെ?
അതായത് ഇത് കണ്ടോ, ഈ കാണുന്നത് പിന്നെ കോവയ്ക്കായിരുന്നു. ഇവിടെ പാവലോ കോവയ്ക്ക അങ്ങനെയുള്ള ഏതാ ഇതാ ഇതാ ചവിട്ടി കയറട്ടെ, ചവിട്ടി കയറട്ടെ. പിന്നെ ഞാൻ ആരാ പാപ്പ, കയറി നോക്കട്ടെ. ഇല്ല പാപ്പ, പോവും, തെന്നിപ്പോവും. എന്നാലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കയറാം. നീ പിടിച്ചോടാ, ഞാൻ തെങ്ങ് കയറുന്നത്. ആ പാടാ, വേണ്ടാത്ത പരിപാടി നിൽക്കണ്ട, ഇറങ്ങിക്കോ. ഈ ഒറ്റ പറിച്ചിട്ട് പറ്റില്ല, നല്ല പായല, അത് കാരണം മാത്രം ഞാൻ അങ്ങനെയല്ല. അതായത് മഴ പെയ്ത് കിടക്കുകയാണല്ലോ, അതിന് തെന്നൂന്ന് കയറാൻ പറ്റൂല. നമ്മൾ പറ്റാഞ്ഞിട്ടല്ല. ഇതൊരു വീടായിരുന്നു കേട്ടോടാ ലിബിനെ. ഇതൊരു വീടായിരുന്നു. ഒരു പോയി ഇവിടുന്ന് പോയല്ലേ, കുറേ ആൾക്കാരൊക്കെ പോയി. പക്ഷെ എനിക്കിതാട്ടോ ഇഷ്ടം. എനിക്കന്ന് എവർ ഇത് കണ്ടോ, ഇതൊരു വീടായിരുന്നു. ഒരു വീട്ടിൽ താമസിച്ചാൽ ഇത് കണ്ടോ, അന്ന് അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു. ഈ വീട് കണ്ടോ, പോയി. ഇതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, അവരും പോയി. ആ വീടില്ലേ, ആ വീട് കഴിഞ്ഞ് വേറൊരു വീടും കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും മതി, ഇന്ന ഇതൊന്നൊന്നുമില്ല. നല്ല കിടിലൻ സാധനം കേട്ടോ. അതൊക്കെ പണ്ട് അപ്പുറത്ത് പോയിട്ടിട്ടുണ്ട്, കരയുടെ അപ്പുറം. ഇതെങ്ങനെയുണ്ട്? തേങ്ങയാണോ? അല്ലല്ലോ, ഇത് നമുക്കുള്ള അല്ലേ? നമ്മുടെ അല്ല കേട്ടോ. ഹൈസ്, നല്ല ഒന്നാം തരം കരിക്കായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കരി. കാരണം നല്ല വളമൊക്കെ ഇട്ട്, കാരണം അപ്പുറം നല്ല വെള്ളവും ശുദ്ധജലവും, പിന്നെ ഇത് കൃഷി ചെയ്യുന്നതിൻ്റെ വളവും ഇതൊക്കെ വീണ ഒരു എന്നാ പറയുക, കുട്ടനാടൻ കരിക്ക. വീണില്ല, വീഴും. ആ വീണു. ഒന്ന്, ഓ ചെന്നങ്ങ് തന്നെ, ചെന്നങ്ങ് തന്നെ. ഓ ഒരെണ്ണം കൂടെ വേണ്ടേ? അങ്ങനെ മനസ്സിലാവുക, കൊട്ടിയാ അതെങ്ങനെ മനസ്സിലാവുക? മാറുകെ. അപ്പം കൊട്ടി നോക്കി, ഞാൻ ഇവിടുന്ന് മാറട്ടെ കേട്ടോ. ആഹാ, നല്ല കിടില സാധനം. വഞ്ചി ഉണ്ടായിരുന്ന പൊളിച്ചാന്. ഒരു കല കിട്ടും അല്ലേ? ഒരു തേങ്ങയ്ക്ക് ഇന്ന് 50 രൂപ 60 രൂപ എങ്ങാനോ കരിക്കിന്. 80 രൂപ. മതി, 3 കൊച്ചിന് വേണമായിരിക്കുമോ? കൊച്ചിന് വേണ്ടി വരുമോ? നല്ല ഒന്നാം തരം കരിക്ക്. അടുത്ത് വെള്ളമുള്ള കരിക്ക് നല്ല വെള്ളമായിരിക്കും. പക്ഷെ ഇതായിരിക്കും ഏറ്റവും നല്ല കരിക്ക്. പക്ഷെ ഇതന്നെയാണെന്നില്ല ലിവിനെ, പണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ തെങ്ങ് ഒരു പ്രത്യേക ബ്യൂട്ടി. ഇപ്പം എല്ലാം കുറഞ്ഞു വരിക. കാരണം യുവതലമുറ, അതായത് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരുന്നവരുടെ മക്കൾക്ക് ഇപ്പം ഇതിനോട് താല്പര്യമില്ല. ഞാനൊക്കെയാണ് ഹെക്ടർ കണക്കിന് കാശുണ്ടാക്കിയാണ്. ഇത് ഏറ്റവും ലാഭമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അധ്വാനിക്കണമെന്നേ ഉള്ളൂ, പക്ഷെ കൂടുതൽ കൃഷി ചെയ്യണമെന്നേ ഉള്ളൂ. അധ്വാനിക്കണം ഇതിനു വേണ്ടി. പഞ്ചാബികളും ഹരിയാനക്കാരും നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടാവുമോ? കാമ്പുള്ള കേട്ടോ, എനിക്കറിയത്തൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ കൊട്ടി നോക്കിക്കൊണ്ടോ. ഞാൻ കൊട്ടിയാതെന്ന് കാണിച്ച് ഒരു പ്രത്യേക കൊട്ട കൊട്ടിയെ. അപ്പം എങ്ങനെ മനസ്സിലാവുക? വിളഞ്ഞാണെങ്കിൽ ഒരു സ്വരം വേറെ വരും. കൊട്ടിയാല് ഈ വേറെ കാര്യമുണ്ടേ, ഈ നമ്മളിപ്പോ വല ആരെടുക്കും? അത് ഇത് ഞാൻ എടുത്തോളാം. എന്നാ പിന്നെ വല അങ്ങ് എടുത്താൽ പോരെ. അപ്പം മുണ്ടാര് പിടിക്കും? വേറെ കേസുണ്ട്. നമ്മൾ വഴി സൈഡിൽ നിന്ന് വാങ്ങുന്ന കരിക്കില്ലേ, അത് പറിച്ചിട്ട് 10, 15, 20 ദിവസമൊക്കെ ഈ ഫ്രഷ് കരിക്ക് ഇതാ വെട്ടുന്ന ടേസ്റ്റ് കിട്ടൂല. ഇതിനൊരു എന്നാ പറയുക, ഇതിൻ്റെ ഉള്ളിലൊരു കാർബൺ പോലത്തെ ഒരു ആ സാധനം ടേസ്റ്റ് ഉണ്ടാവും. അവിടെ തേങ്ങ കൊണ്ട് വേണം, തേങ്ങ വെട്ടണം. തുണി നോക്കണേ, ചവിട്ടല്ലേ. ഈ സൈഡിൽ കൂടെ വന്നാൽ തേങ്ങ വെട്ടും. ഇവിടെ എന്നാ ചേന വെട്ടുവാ? സാമ്പാർ അതെ, നല്ല ഒന്നാന്തരം തേങ്ങ. ആഹാ, ഇതൊരു ഇത് ഉള്ളിൽ കാമ്പുള്ള കേട്ടോ. നാമിത നീ ക്ഷീണിതനല്ല, നീ കുടിച്ചു. ക്ഷീണിതനാ കേട്ടോ. അല്ല, നീ ചെറുതായിട്ട് കൊടുത്തതല്ല, അതുകൊണ്ടല്ല. പോണം, നല്ല ഒന്നാന്തരം സാധനമാണ് കൊടുത്തത്. കറിയില്ലേ 85 കിലോ. അവനെ അങ്ങനെ നമ്പർ പോവും. നമ്പർ അവിടെ അല്ലടാ, നമ്പർ പോയാലും കുഴപ്പമില്ല, ഹോളാറാമ് പോയിരുന്നാൽ മതിയായിരുന്നു. അല്ല, അവനെ നിലത്ത് വെച്ചാ പോരെ. മോനെ മാനേജറെ, നിനക്കൊരു കുട്ടിപ്പേരുണ്ട്, ഞാൻ പറയട്ടെ. അപ്പൊ ഇരിക്കൂലടാ, ഞാൻ നിലത്ത് വെക്കുന്നല്ലേ, നിലത്ത് കമത്തി വെക്കടാ. റിസ്ക് എടുക്കണം. നീ നേരെ പ്രശ്നമില്ലല്ലോ, അപ്പുറം പിടി, നേരെ തല തിരിച്ചു വെക്കാം. അല്ല ഇങ്ങനെ, ഇങ്ങനെ പിടി, കമത്ത്.
കാലേ വീഴല്ലേ? നിന്റെ കാലേ വീണാലും നീ ഇവിടെ വിടരുത്. തിരിക്കടാ. ആ മതി, അത്രേ ഉള്ളൂ. അടച്ചു. ഇച്ചിരി ഇങ്ങോട്ട് തള്ളിക്കേ. വരാന്ന് പറഞ്ഞ ഇപ്പം വരാന്ന് പറഞ്ഞ ഏതാ? ആ അത് ഉള്ളിൽ കെട്ടണം, അല്ല സൈലൻസർ. ആ കെട്ടിക്കോ, മൊത്തം വലിച്ചിട്ടാ മതി. വലിച്ചിട്ടാ പോരാ, കാറ്റടിക്കും പുറത്തോട്ട് വരും. കെട്ടണം. ഉള്ളി കെട്ടിക്കോ. ഉള്ളി കെട്ടണം അമിത്തെ. അവനൊരു കൈത്താങ് ഇനി സാധനമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ മനു? എന്തെങ്കിലും തരാനുണ്ട്? ഗ്യാസ് കുറ്റി. അതങ്ങനെ പറ്റൂല്ലോ, കാരണം നിങ്ങൾ ഇതിന് വണ്ടിയും കൊണ്ട് വരണ്ടേ. നിങ്ങളെപ്പോഴാണ് വരിക എറണാകുളത്ത്? ഞങ്ങളവിടെ ഉണ്ടാവും. റൂം ഫ്രീ ആട്ടോ, നമ്മൾ ഇവിടുത്തെ എടുത്തണ്ടേ വന്നു. AC വെച്ചു കേട്ടോ അവിടെ. AC ആണോ? AC ആക്കി അവിടെ. വേണേ പോരെ. ഗ്രീസിന്റെ മണോ ടച്ചിങ്സിന്. എനിക്ക് എഞ്ചിൻ ഓയിൽ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാഞ്ഞിട്ട് എന്തോ പോലെ. എഞ്ചിൻ ഓയിൽ കെട്ടിപ്പിടിച്ച് കിടക്കാഞ്ഞിട്ട് എന്തോ പോലെ. അതൊന്നും പ്രശ്നമില്ല, ചൂടാ തയ്ക്കാൻ പോയത്. അവിടെ കൊള്ളേ റെഡി. ഇതങ്ങ് വിട്ടാടാ, ഇത് അങ്ങ് അറ്റത്തോട്ട് വിട്ടോ. മുഖം അമിത കെട്ടിയാടാ, രണ്ട് സൈഡും കെട്ടിയാ. അപ്പൊ ആൾക്കാരൊരു ഞാനൊരു അല്ലേ സ്ട്രോങ് ആയ മനുഷ്യനാണ് വിചാരിച്ചോട്ടെ. ഈ മൂലക്കായിട്ട് കിടക്ക് അണ്ണാ. ഇത് റേഡിയേറ്റർ അല്ല, ഇതിന്റെ അപ്പുറത്തിട്ട് ജനറേറ്ററിനെ നീ അവിടെ കയറ്റിടാ മതി. കൈ കഴുകുന്നത് എവിടെയാ? ഇവിടെ ഇല്ല. എടാ മോനെ, നീയും കൂടെ ഒന്ന് കയറിപ്പോടാൻ, ഒന്ന് സഹായിക്കടാ. പേരെന്നാ? കയറിക്കോട്ടെ, പോട്ടെ. നീ ചവിട്ടി കയറിക്കോ. നിങ്ങൾ പോവാ? ആണോ? ഹായ് ചേട്ടാ. ചേട്ടൻ നമ്മളെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. കുറേ പേര് വന്നാൽ തിരിച്ചു പോയി. ചെറിയ സ്ഥലം കൂടെ പോകണ്ടായിരുന്നു. നിനക്ക് ഫോട്ടോ എടുക്കണ്ടേ? നിനക്ക് ഫോട്ടോ എടുക്കാൻ പോലെ തന്നെ ഞങ്ങളുടെ കൂടുതൽ ലൈറ്റ് കത്തുന്നുണ്ടോ? സ്വിച്ച് ഇട്ടോ? എല്ലാം ചെയ്തു വന്നു. മിടുക്കനാണ്, പണിയൊക്കെ അറിയാം. അത് മാത്രമല്ല ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് എല്ലാ കാര്യം പാച്ചൻ്റെ കൂടെ. പാച്ചനൊന്നുമില്ല, പാച്ചൻ കിട്ടിപ്പോയില്ലേ? പേരെന്നാ? യെസ്, എനിക്ക് അറിയില്ലാത്ത കണ്ണൊക്കെ ബൾബ് പോലെ പാവം. എത്ര 3 ദിവസം നിന്നു? 3 ദിവസം നിന്നില്ലേ? എത്ര ദിവസം നിന്നു? നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് പുള്ളിയുടെ വണ്ടിയിലും പണി ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ വണ്ടി മാത്രമല്ല, പുള്ളിയുടെ പക്ഷെ പാച്ചന്റെ കണ്ണിന്റെ നിറം മാറാനുള്ള സാധനം ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ചുമന്ന നിറത്തിലുള്ള വെള്ളം. അത് നിങ്ങൾ മറന്നു പോയത്. പാവം പാച്ചനെ ഞാൻ ചോദിച്ചു വരുന്നോ എന്റെ കൂടെ എന്ന്. എല്ലാം റെഡിയാക്ക്, നോക്കാം. വരുന്നോ എന്റെ കൂടെ? ഏത് വർഷത്തിൽ പോയാലും ഞാൻ ഇഷ്ടപ്പെട്ടവരങ്ങനെ ചോദിക്കും. ഇവനെ ഞാൻ തൂക്കും. നീ വരണം കേട്ടോ. എന്റെ വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ AC, കിടക്കാനുള്ള സംവിധാനം, ഭക്ഷണം. പെയിന്റ് വേണ്ട. ആണ് അടിക്കണേ. കഴിഞ്ഞല്ലോ. ഈ സാധനം കൂടെ കെട്ടവനെ മറ്റേ റാഡ് അടിച്ചു തരാമോ? ബിൽഡിങ്ങിന്റെ മറ്റേ മെഷീൻ്റെ റാഡ്. ആ റാഡിച്ച കട്ട് ചെയ്ത് തരുമോ ചോദിക്കുന്നത്? അടിക്കാനല്ല, പണിയെടുക്കാനല്ല പറയുന്നത്. ഇല്ല, വേറെ എന്നാ ഉള്ളത്? കെട്ടിയമ്പ ഉണ്ടോടാ? മറ്റേ നീ സ്ക്രൂ ചെയ്ത് തന്നില്ല കേട്ടോ. ലൈറ്റ് സൈഡിൽ വെക്കാൻ അപ്പുറം. അതിപ്പോ അടിച്ചോ? വേറെ ഒന്നുമില്ല. ഇതേ ഈ ഹോളിന്റെ അകത്തൂടെ കാണാൻ വന്നാ? എവിടുന്നാ? വീട് എവിടെയാ? പൈപ്പാട്. ഇപ്പം വരാട്ടാ. എടാ ഈ ഹോളിന്റെ അകത്ത് ഇടുന്നു. ശരി, പോവണോ? ചേട്ടനാണ്. അയ്യോ, ചേട്ടൻ്റെ പേരെന്നാ? ശരത്താണ്. എവിടെ നിന്ന് വരുന്നത്? ചെങ്ങന്നൂരിൽ നിന്ന് വന്നാണ്. കുറെ നേരം ഇവിടെ നിന്നല്ലേ? എന്നെ കുറെ പേര് വിളിച്ചാൽ ഒന്നും ഓർമ്മയില്ല. എന്ത് വീട്ടിൽ പോയതുകൊണ്ട് എല്ലാം പയന്നു. ആണോ? എന്നൊരു ഉമ്മ മോൻ കഴിക്കോട്ടോ. ഗൈസ് ഫൈനലി. അല്ല എന്നെ തരാന്ന് പറഞ്ഞു. എന്നാലും മതി. ഏത്? പറ്റൂല. എന്നാ അത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ലടാ. അടിച്ചോ, വീഡിയോ പിടിക്കട്ടെ. ഗൈസ് ഇത് ഭാരത് ബെൻസിന് വരുന്നൊരു സംഭവം കേട്ടോ. പോകണോ? ഭാരത് ബെൻസിന് വരുന്നൊരു സംഭവമാണ്. അപ്പം ഇത് ഇവിടെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി അതൊക്കെ മറന്നുപോയി. ഇതേ ഈ സാധനം തൂക്കാൻ മറന്നുപോയി. എല്ലാം ചെയ്തു. എടാ ഓഫീസിൽ എൻ്റെ ഫോൺ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തോണ്ട് തരാമോ? എവിടെ? അക്കൗണ്ട്സിൻ്റെ അവിടെ.
ഒരു OnePlusന്റെ ഫോൺ ഒരു കുത്തുന്ന സാധനം അതിൻ്റെ അകത്തുണ്ട്, കുത്തുന്നോട് കൂടി ഒന്ന് എടുത്തു തരാമോ? ആ ഡിസ്ക് എടുത്തായിരുന്നോ? ഇതാണ് ബായ്, ഞാൻ വന്നേ പിന്നെ കലക്കിയ ബായ്, എല്ലാം കലക്കിയ ബായ്. ഞാൻ കണ്ടു. നമ്മളെ വീഡിയോ കാണുന്ന പേരെന്നാ? അശ്വിൻ. വീഡിയോ എവിടെയാ? അയ്യോ നിന്റെ കൂർത്തുകൊള്ളാൻ പോയല്ലോ. ആ പറ്റി പരിചയപ്പെടുത്താം. രണ്ടുപേരും നമ്മളെ നോക്കി നിന്നാണ്. എന്നിട്ടോ ഞങ്ങളില്ലായിരുന്നല്ലോ. ആ കേറൂലടാ. ശരി ചേട്ടാ, പിന്നെ കാണാം. ആലോചിക്കാൻ സമയമില്ല, വേഗം കിട്ടിക്കോ. നമ്പർ പ്ലേറ്റ് ഇവിടെ വെക്കാല്ലേ? ഇപ്പൊ ഏതാടാ? ഇവിടെ വെക്കാല്ലേ? ഇവിടെ സ്ഥലം ഉണ്ട്, ഇവിടെ വെക്കാവേ. അതറിയിക്കട്ടെ. ഇവിടെ നമ്പർ പ്ലേറ്റ് വെക്കാവേ. എന്ത് നമ്പർ പ്ലേറ്റ്? എന്ത് ഇപ്പം വരുന്നതാണ്, സ്ഥലം ഉണ്ടല്ലോ. ആ പക്ഷെ അത് തന്നെ അതുകൊണ്ടാ. ആ കൊണ്ടാ കണ്ടിക്കേ ആ അവിടെ മറ്റേതോ മറ്റേ അവിടെ കിടക്കട്ടെ അല്ലേ? ഗോൾഡൻ കളറൊക്കെ ഉണ്ട്. ഗൈസ് ഫൈനലി അങ്ങനെ ഒരു ഇത് നമ്മൾ ഫ്രണ്ടിൽ അമിത് സെറ്റ് ആക്കുന്നുണ്ട്. അമിത് അവിടെ വെക്കാം അല്ലേ? കറക്റ്റ് നേരെ ആക്കാം അല്ലേ? ആ അത് കറക്റ്റാ. ആ വരും ഇവിടെ അമിത് സെറ്റ് ആക്കി കേട്ടാ, കറക്റ്റ് സ്ഥലമാണ്. എന്നാൽ ഞാൻ ഇവിടെ സെറ്റാക്കി. പക്ഷേ ഇവനെ ഒട്ടിച്ചാലോ ഇവനെ? നമുക്ക് ആ മദ്ദളത്തിന്റെ അവിടെയാണ്, ആ മദ്ദളത്തിന്റെ അവിടെയാണ് സെറ്റ്. ഞാൻ ഇതും കൂടെ കൂട്ടി എത്രാമത് സാധനം സെറ്റ് ചെയ്യുന്നറിയാമോ? പക്ഷേ 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഇതൊക്കെ ചാടിക്കറിയാം. ആ നിൽക്കൂല. കണ്ണിന്റെ ഭയങ്കര കണ്ണ് കിട്ടി കണ്ണ് വരാതിരിക്കാൻ വേണ്ടി ചെയ്താക്കുന്ന അറിയാവോ? ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്. പേരെന്നാ? അല്ലൻ. കൈസ് രണ്ട് ഇവിടെ തന്നെയല്ലേ? പായിപ്പാടുകാരാണ്. ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അത് കുറേ നേരം പറ്റി. നിങ്ങളുടെ വണ്ടിയാണത്? വാട്ട് നൈസ്. ഈ വീലിന് എത്രയാടാ? 4 എണ്ണത്തിനും കൂടെ കൂടിയാ? ആ ഇതെന്താ സാധനം? മറ്റേ സ്നോർക്കിൾ വെക്കുന്നത് എന്നാ? ഇതിന് മേലെ സൈക്കിൾ വെക്കാൻ പറ്റുമോ? ഏത് സൈക്കിൾ വെക്കാൻ പറ്റാ? എത്ര രൂപ? ഇവിടെ സൈക്കിൾ സ്റ്റാൻഡ് ഇതാ. അതാ ഞാൻ ചോദിക്കുന്നത്, മേളി വെക്കാനേ പറ്റുള്ളൂ. 7000 രൂപ ഉണ്ടല്ലേ? അത് ഇച്ചിരി കൂടുതലല്ലേ? കമ്പിയും കൂടെ അടിക്കാൻ പറ്റും. എത്രയാ? അല്ല ഇതിന് 7000 രൂപയൊന്ന്. ഏത്? ആ ഇത് മേടിച്ചാ പോരെ നമ്മള്? എടാ ഇത് മേടിച്ചിട്ടേ നമ്മളിവിടെ ഒരു ഫ്രെയിം അടിച്ചാ പോരെ? എന്തിന്? കാറല്ലല്ലോ വെക്കുന്നത്, നമ്മൾ ഇല്ലല്ലോ വെക്കുന്നത്. ബേക്കിൽ വെക്കാനാ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ടില് ഫ്രെയിം അടിച്ചെടുത്താൽ നോക്കണം. നല്ല ലുക്കായി. അത് കുഴപ്പമില്ല, ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ്. ഇത് പോകൂല കേട്ടോ, ഇത് നമുക്ക് കൊളുത്ത്. ശരി കേട്ടാ, പിന്നെ കാണാം കേട്ടോ. എവിടെ? അതല്ല വിളിക്കുന്നു. ആരാ ഏട്ടാ? വീട് എവിടെയാ? എന്നാ പറ്റിയ? നിങ്ങൾ എവിടെയാ? ബോട്ടിമാണോന്ന്? അവിടെ പോയി അവൻ തരുവോ? ഏത്? നമ്മളന്ന് മറ്റേ ഏരിൽ നോക്കി ആദ്യം പോയില്ലേ, ഒരു ചുമലേരിൽ കണ്ടില്ലേ, ആ കടൽ. അതെനിക്ക് അറിയത്തില്ല. ഒരു വണ്ടി വിട്ടിട്ട് ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? സ്കൂട്ടറോ? അവനോട് ഓട്ടോ കൊടുത്തു വിടാൻ, പൈസ കൊടുക്കാന്ന് പറഞ്ഞ പോരെ? ആ റിസ്ക് ഇല്ലല്ലോ. പക്ഷേ രണ്ടുപേരും ഇപ്പളാ പോയെ. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? ഒരു സാധനം വരുമോ? ഗൈസ് നമ്പർ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോണേ. ഒന്ന് എടുത്തു തരുമോ? നീ ഒന്ന് എടുത്തു തരുമോ? എന്റെ വണ്ടി നമ്പർ പ്ലേറ്റാ. ഒന്ന് എടുത്തു തരാം, നമ്പറില്ല, വണ്ടി പുറത്തിറക്കണ്ടല്ലോ. നമസ്കാരം. പേരെന്നാ? ചേട്ടന്മാർ 2 മണിക്കൂർ ഇവിടെ നിന്നിട്ട് വിശന്ന് പോയി. എനിക്കൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ, ചൂണ്ടക്കടയുണ്ട്. എന്ത് ഷോപ്പാണ്? ചൂണ്ട റോപ്പ് മറ്റു സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ആ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരു കട. ആ എങ്ങനെ പോകുന്നു? എന്നിട്ടോ പുള്ളിപ്പോ ചൂണ്ടയിൽ നിർത്തി. പേര് വന്നായിരുന്നു. നിർത്തിയില്ലേ? ചൂണ്ടിട്ടില്ലേ? നിങ്ങൾ ചൂണ്ടയിടൽ നിർത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞ ഇല്ല, തുടരുന്നു. നമ്മുടെ വണ്ടിയായിട്ട് പമ്പിന്റെ നോസിലിന്റെ പരിപാടി നടന്നായിരുന്നു. ലാസ്റ്റ് അതിന്റെ ടെസ്റ്റ് ഡ്രൈവും കൂടി കൊണ്ട് അതും കൂടി ഉള്ളൂ. അതിന് ശേഷം നമ്മളിവിടുന്ന് വണ്ടി തിരിക്കണം. ഓൾറെഡി നമ്മൾ ഇന്ന് ലേറ്റ് ആണ്. പിന്നെ നമ്മളങ്ങനെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ,
ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ വലിയ സംഭവം 2% ഈ വണ്ടി ചെയ്തിട്ടുള്ളൂ. 2%. 2%. ഞങ്ങൾ വീണ്ടും പറയാണ്, ഞങ്ങൾ 2% ഈ വണ്ടി ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ഓരോ സൈഡിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാട്ടോ, എടുക്കുന്നതിൻ്റെ ഇപ്പുറം എന്തെങ്കിലും കുഴപ്പങ്ങളോ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. കുഴപ്പങ്ങളൊന്നുമില്ല. ബേക്കിൽ ഇതാണല്ലോ ചെരിഞ്ഞു പോയെന്ന് പറഞ്ഞ്, ഇതിങ്ങനെ ചെരിഞ്ഞു പോയി. ഏറ്റവും നല്ല ഇവന് ഫെവിക്ലിക്ക് ഇല്ല, അവിടെ ഒട്ടിച്ചാലോ? എങ്ങനെ? ആ ഒലക്കയിൽ എന്നിട്ട് ഒലക്ക ഒട്ടിക്കാൻ നല്ല രസമല്ലേ? കഴുകിയിട്ട് അവിടെ ഒട്ടിച്ചാൽ മതി. അമിത് നിന്റെ ഇപ്പം ഒലക്ക ഒട്ടിക്കുന്നത് ഇത് വരയ്ക്കുന്നുണ്ടല്ലോ ആൾക്കാർ. ഒലക്കയിൽ അടിക്കുകയാണെങ്കിൽ കറക്റ്റാ. ഇതായി ഇനി അങ്ങനെയൊന്നുമില്ല. ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. ആ ഒരു സ്ക്രൂവും കൂടെ കഴിഞ്ഞ് ഞാൻ ബാക്കിയെല്ലാം ലോക്ക് ചെയ്തു. ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ഞങ്ങൾ പുറത്തോട്ട് കണ്ടല്ലോ. എന്താണാവോ? അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഭയ്യ? ദൂസര ഗാഡി മേ നൈ വർക്ക് ടച്ച് നൈ കരേ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പമ്പ് അതുപോലെ നോസില് സംഭവങ്ങൾ ശരിയാക്കി തന്ന ഇവർ 3 പേരാണ്. ആശാൻ, ശിഷ്യൻ. നിങ്ങളെങ്ങനെ? നിങ്ങൾ റോപ്പിടിയുമാ? അത് റോപ്പിടിയുമാ അല്ലേ? ഗൈസ്, അപ്പോൾ 3 പേരാണ്. അവരാണ് നമുക്ക് ചെയ്യുന്നത്. ഇവരുടെ കാര്യമുണ്ട്. ആശാന് പറ്റിയ ശിഷ്യൻ പുള്ളിക്കാരൻ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ പണിക്കാരെ കാണാം. ഇവര് മാറാ ഇന്ന് ആ വണ്ടിയുടെ പണിയെടുക്കുന്നത് അല്ലേ? ഭയങ്കര ആത്മാർത്ഥമുള്ളവർ. അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിച്ചു നോക്കും, ടെസ്റ്റ് ഡ്രൈവ് ആണ്. ഏകദേശം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ വണ്ടി കൊണ്ടുവന്നതിലും കൂടുതൽ വണ്ടിക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ആക്സിലേഷൻ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡിൽ ഓടിക്കാൻ നേരത്തെ അറിയാൻ പറ്റും. ചേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടുതൽ കൂടൂലേ? നമ്മളിപ്പോൾ ഓടിച്ചു നോക്കും. അപ്പോൾ ഏകദേശം എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇല്ല, 1/2 മണിക്കൂർ കൂടെ ഉണ്ട്. പോയിട്ട് നിങ്ങൾ വന്നിട്ട് പോയിട്ടോ. എനിക്ക് ഗിഫ്റ്റ് തരണം നിങ്ങൾ. നിങ്ങൾ പോവാൻ മതി. വടി മതി. കിട്ടിയോ? പോയിട്ടോ. വെള്ളം വേണമല്ലോ. വാ. പുക പോയി കേട്ടോ. നിങ്ങൾ വരെ ഗ്രില്ലിന്റെ കേസ് ആ ഗ്രില്ല് നമുക്ക് അടിച്ചാക്കിയാ പോരെ? എല്ലാം നടുക്കടിക്കല പോരാ. അതിൽ സൈഡിലോട്ട് അടി. ഇവിടെ അടിച്ചാലോ? നിങ്ങൾക്ക് ഹോൾ ഇടണം. അതെ, കുറ്റി കയറില്ല. ഡബിൾ ടൈപ്പ് പശ വെച്ചാൽ നിൽക്കുമോ? ഏറ്റവും നല്ല സ്റ്റാലിൻ അവിടെ അടിച്ചാലോ? പറ്റൂല. മേളില് ആ ലോക പോവും. നോക്കിയേ, ലോകം പോകാതെ ഓടി വാ പോലെ ബാഗുരിപ്പേ ഓടി. ആ ലോകം പോരാതെ ഒരു സൈഡേ കിട്ടുള്ളൂ. അതല്ല നല്ല അല്ല എന്താ നല്ല എന്നാ ഇപ്പൊ എങ്ങനെ ഒട്ടിക്കും നീ? അപ്പൊ എവിടെ ഒട്ടിക്കും? പക്ഷെ എനിക്ക് ഇതില്ലടാ, ഫിനിഷിംഗ് ഇല്ല. ഇത് അങ്ങനെ നിൽക്കുവോ? പോവോടോ? ഇത് തന്നെ പോരെ? ഇതല്ലേ സേഫ്? ഇവിടെ വെച്ചേ നീ. കിച്ചിക്കോ. ഇല്ലടിച്ച പോറാവോ? മേളിൽ കയറി അതാ നല്ല മേള നല്ല. മറ്റേ കത്തുമല്ലോ, ലൈറ്റ് കത്തുമല്ലോ മറ്റേ. പക്ഷെ 2 ബാക്കി നീ ബാലൻസ് ഇല്ല അതിൻ്റെ അകത്ത്. റെഡ് അല്ല, യെല്ലോ. നമ്മൾ 2 സ്റ്റിക്കറും കൂടി വെറുതെ ഒട്ടിച്ചാട്ടാ. വെറുതെ ഒട്ടിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അമിത്തിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഒട്ടിക്കണം. അങ്ങനെ നമ്മൾ സാധനം ഇവിടെ ഒട്ടിച്ചു. എങ്ങനെയുണ്ട്? എന്നാ ചെറുക്കനെ പിടിക്കട്ടെ, അവൻ എന്നെ ചെയ്യുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. അല്ല, ഫ്രണ്ടിൽ വണ്ടി ഇടലെന്ന് പറയണേ. അമിത ഫ്രണ്ടി വണ്ടി ഇടലെന്ന് പറഞ്ഞല്ലോ ഇവിടെ എടുക്കുന്നവരന്. അതായത് നമ്മൾ നമ്പർ പ്ലേറ്റ് ഡബിൾ ടേപ്പും വിത്ത് പ്രൈമറിലാട്ടോ ഒട്ടിക്കുന്നത്. തുറന്നോടാ? തുറക്കുന്നില്ല. നിൽക്കുമോ അത്? ആണോ? उरप भैया इधर का काम आप करेगा? आप कर दो इधर। करो
അല്ല മലയാളിയാ. ചെയ്യൂ പറയണോ എങ്ങനെ ചെയ്യാ? അതില്ലടാ അതിനകത്ത് വേറെ വല്ലതും പൊട്ടിക്കണം. വീട് എവിടെയാ? കുത്തി പൊട്ടിക്ക. ഇവിടെ തന്നെ ആവുന്നില്ലല്ലോ. നിനക്ക് മൊത്തം ബലം എടുക്കുന്നില്ല. ഇനി ഭക്ഷണം കഴിക്കാൻ വയ്യ. ഈ നരിന്തി ഇത് തുറക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം. ഏറ്റവും നല്ല ആരോഗ്യം ഇവനാ. ഞാൻ പറഞ്ഞാ മതിടാ. നീ വിറയ്ക്കുന്ന ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ 95 ഉപയോഗിച്ചില്ല, ഞാൻ 5% ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ പോയല്ലോ. ഇതിന് ഓട്ടോമാറ്റിക്കലി ഇല്ല. കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൂടി ഇരുന്നോ കേട്ടോ. ഈ സമയത്ത് ശരിക്കും റെസ്റ്റ് ചെയ്യണ്ട. മഴയ്ക്ക് ഇപ്പുറം ഇത് ടെസ്റ്റ് ചെയ്ത് പോകണം. കോട്ടയത്ത് ഇറങ്ങുമോ വേണ്ടല്ലോ? പിന്നെ കോട്ടയത്ത് ഇറങ്ങണം. അവസ്ഥ ഡയറ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഒട്ടിച്ചോ. ഓക്കെ പോകില്ലോ അല്ലടാ. അതല്ലടാ പോയിരുന്നാ നീ ഫോട്ടോ എടുത്തില്ലല്ലോടാ. പോയിട്ട് വരും. അല്ല ഇപ്പം ഇങ്ങനെ പ്രശ്നം. ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തേ പാച്ചാ പാവത്തിന്. ഒരു ഫോട്ടോ നിൽക്കോ? ഉറപ്പല്ലേ? എന്നാ പോയിട്ട് വരാം. ഈ ട്രിപ്പിൽ അറിയാം നിൽക്കോ ഇല്ലയോ എന്നുള്ള. പോവാ ഇല്ല ഗൈസ്. ഫൈനലി അങ്ങനെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇപ്പം വരാവേ. ഇപ്പം വരാം. പോവില്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാ. എൻ്റെ ശിഷ്യനത് അവിടെ ഉണ്ട്. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ശരിക്കോ ഇന്നറിയാം മൈക്കിന്റെ കേപ്പബിലിറ്റി. ഇന്ന് മൈക്കിന്റെ കേപ്പബിലിറ്റി അറിയാം കേട്ടോ. സത്യം. മനുഷ്യരുടെ എപ്പോഴും എവിടെ കയറുന്നത്? അവൻ പിടിച്ചല്ലേ? നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ വേണ്ടി പോവാം. ഇപ്പം വരാവേ. അവത്തിനും കൂടെ കയറാനുള്ള സ്ഥലമില്ല. ഇരിക്കാൻ സ്ഥലമില്ലടാ. ഇരിക്കാനുള്ള സ്ഥലമില്ല. ഇല്ല അവൻ വരുന്നില്ല. ഗൈസ് ഫൈനലി നമ്മൾ ഇറക്കാൻ വേണ്ടി പോകട്ടെ വണ്ടിയെ. എടാ നമ്മുടെ ഓടി ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഇത്ര ഓടിയുള്ളായിരുന്നോ? ടയർ ഇത്ര ഓടിയുള്ളായിരുന്നോ? അപ്പാണോ? തിരിച്ചോടി പോ. നീ ആ ഫോൺ സൈലന്റ് ആക്കി വെക്കുവനെ. സൈഡോ പോട്ടെ. ഈ സൈഡ് ഈ മൂല മാച്ച് 2 അടി കിട്ടുന്നുണ്ടോ നോക്കിയേ. നേരത്തെ 2 അടി ഉണ്ടായിരുന്നല്ലോ ആ സൈഡിലോട്ട്. എത്ര? 2 അടി കിട്ടുന്നുണ്ടോ നോക്കിയേ. ഒരു മിനിറ്റ് നിർത്തോടെ. വണ്ടി നേരെയാക്കി. ഒരു സൈഡ് 2 അത്ര ഉള്ളു കറക്റ്റാ. എങ്ങോട്ടോ വേണ്ട മനു? ഏതാ റോഡ്? എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ടോ? ഇത് അവൻ നമ്മൾ ക്യാരിയറായിട്ടാ വരുന്നു. പോലെന്ന് പറയട്ടെ. വിളിച്ച് പോലെന്ന് പറയുന്നു. സുധീഷേട്ടാ പോകുന്ന നിക്കണേ. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോവാ. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോകല്ലേ. ഇപ്പം വരും. ഞാൻ നോക്കിയതാ. നമ്മൾ ഫൈനലി ടെസ്റ്റ് ഡ്രൈവിന് പോവാണ്. കൊള്ളാം. പെർഫോമൻസ് ഉണ്ട്. ടർബോയുടെ സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ആക്സിലേഷൻ ടൈറ്റാ. ഞാനേ അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇത് എവിടെയാ കേട്ടോ? കാലി റോഡല്ലേ നമുക്ക്. ഇങ്ങനെയുള്ള റോഡ് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ഗൈസ് തിരക്ക് നോക്കിയാൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല തിരക്കാ കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാ. വേറെ കാര്യമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാർ റോഡിനകത്തുണ്ട് കേട്ടോ. കുറെ പേര് കൈയൊക്കെ പോയി കാണിക്കുന്നുണ്ട് അല്ലേ? ഗൈസ് ഇവിടുന്ന് ബൈപ്പാസിനാണോ തിരിയണ്ടേ? ആണോ? എങ്ങനെയുണ്ടോ? കുഴപ്പമില്ലല്ലോ. കൊള്ളാം. നമ്മുടെ പി മാറ്റണം കേട്ടോ. ഇതിന്റെ അതിപ്പോ ഇതിനൊരു അനുയോജ്യമായ സൗണ്ട് അല്ല അല്ലേ?
ഒരു അനുയോജ്യമായ സൗണ്ട് അല്ല. പുക വലിയ പുകയില്ല. ഇല്ലല്ലോ. ഇല്ല. അല്ല, പാല് കൊടുക്കാൻ നേരത്ത് ചെറിയ പുകയുണ്ട്. ഇല്ല. ഇവന്റെ ഏത് ബസ്സോട്ട് തിരിയണേ? എന്റെ ബസ്സോ ഇവന്റെ ബസ്സോ? നേരെ പോവാനാ? ശരിക്കും ഈ നമ്മൾ മേലോട്ട് പോക്കാല് വെക്കുമ്പോൾ പുക വേണം. അതെ, എന്നാലും ചിമ്മിനി ആക്കാൻ പറ്റുള്ളൂ. അല്ല, ചിമ്മിനി വെച്ചിട്ട് പുകയില്ലല്ലോ എന്ന അവസ്ഥയല്ലേ. കൊള്ളാം കേട്ടോ, പെർഫോമൻസ് ഉണ്ട്. പക്ഷേ നല്ല റോഡിൽ ഓടിച്ചാലേ ഇതിന്റെ പെർഫോമൻസ് മനസ്സിലാവും. നേരത്തെ സെയിം സൗണ്ട്, പ്യൂരിറ്റി ഉള്ള സൗണ്ട്. പ്യൂരിറ്റി ഉള്ള സൗണ്ട്. നേരെ ഈ സൗണ്ട് ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഇതായി ക്ലിയറായി സൗണ്ട്. നല്ല വലിവുണ്ട്. ഞാൻ അടുത്ത സെക്കൻഡ് ഗിയറിലൊന്ന് എടുത്ത് നോക്കണം. കുത്തിച്ച് ഓടിച്ചാൽ വണ്ടി. രണ്ട് വണ്ടികളിലൊന്നും നടക്കില്ല. വണ്ടി കുത്തിക്ക് ഓടിക്കവനെ. ബേക്കിലെ പടുതി ഒന്നുകൂടെ കപ്പറം കേട്ടോ. വേറെ എന്തൊക്കെയാ? വേറെ കൊറേ കാര്യം നമ്മളിപ്പോ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഞാൻ അങ്ങോട്ട് വരാം, പോയില്ല. അങ്ങോട്ട് വാ. അയ്യോ, അവര് ചൂണ്ടുവള്ളിയും കൊണ്ട് അവിടെ വന്നു. എടോ, അവരെ വിളിച്ച് പറഞ്ഞു ചൂണ്ടുവള്ളി കൊണ്ട് അങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് വരാൻ. നമ്മൾ AC റോഡിലേക്ക് കയറോട്ടെ. ഇവിടെ തിരക്കുറവായിരിക്കാം മനു. ഓക്കെ. പെതിയെ പോട്ടെ, കാലൊന്നും കൊടുക്കാതെ പയ്യെ പോ. എങ്ങനെയുണ്ട് ഇതിനെ? കൊള്ളാം. കൊള്ളത്തില്ലേ? ഇവനെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നല്ല ടൈറ്റ്, പടുത്ത ടൈറ്റ് ആക്കണം. ചവിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചേട്ടാ. പിന്നെ അൽട്രി ചെയ്യണം. ഏതിയാ? അങ്ങനെ കുത്തിച്ചെടുത്തേനെ വണ്ടി. ആയില്ല ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കൊടുത്താലേ അതിന്റെ ലുക്ക് മനസ്സിലാവുള്ളൂ. ഉണ്ട് ടെസ്റ്റ് കൊണ്ടുവന്ന് വണ്ടി ആടിക്കൊണ്ടുവന്നു, കൊല്ലിക്ക് കൊണ്ടുവന്നു. വണ്ടി നോക്കണം. മാറി ജോലിക്ക് വരാൻ കാരണം എന്നാ? അത് അവർക്ക് അറിയത്തുള്ളൂ. പമ്പ് കൊണ്ടുവർക്ക് അറിയത്തുള്ളൂ. പമ്പ് കൊണ്ടുവർക്ക് എടുത്തെടുത്ത് മാറി കൊടുക്കും. ഒതുക്കി കൊടുക്കും. വേറെ മൂടാട്ടോ. പക്ഷെ ആക്സിലേഷൻ എന്ത് ചെയ്യുന്ന? ഇതാ ലിവിന വണ്ടി ഒരു രക്ഷയില്ല. ഇതാ ഇത് എവിടുന്ന് വരുന്ന ചേട്ടാ? പൊട്ടിയോ? ഒന്നും ഉറപ്പായിട്ടില്ല. ഇപ്പൊ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ലിവിന എന്നാന്നുള്ളത്. പോരെ കാർ ഇറങ്ങി പോകില്ല ചേട്ടാ. മാനേജ് അപ്രൂവ്. മാനേജ് അപ്രൂവൽ. ഇന്നലെ വരെ ചേട്ടാ എടാ കസ്റ്റമറെ കയറി എടാന്നോ? മാനേജർ കസ്റ്റമർ വിളിച്ചു. ഇന്നത്തെ സന്ധ്യക്ക് കൂടി ആക്കി തരല്ലേ? അല്ലേ ബഹുമാനവും. ഗൈസ്, നമുക്ക് പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ റെയിലും സാധനങ്ങളും കൊണ്ട് തന്നിരിക്കുകയാണ്. അതായത് ഇത് എന്നൊക്കെയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിത്താ. അവിടെ ഇങ്ങോട്ട് വന്നോ, പറഞ്ഞോ. ഹായ് ഫ്രണ്ട്സ്. ആയിരിക്കട്ടെ. ഞാൻ ശ്രാവൺ. എന്റെ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെ. ഫിഷിംഗ് അറീന. എവിടെയാ? തിരുവല്ലയിലുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്. AC റോഡിലാണ്, ചങ്ങനാശ്ശേരിയിലെ തിരുവല്ലയിലെ കുരിശുമല. അപ്പം നമ്മുടെ ചങ്കള് വന്നപ്പോ ഒരു ആകാംക്ഷയോടുകൂടി ഓടി വന്നതാണ് എന്റെ സുഹൃത്ത് വിജയ് ഡീസൽസിന്റെ കൂട്ടുകാരി ഇവര്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ ചുമ്മാ തമാശക്ക് പറഞ്ഞു ചേട്ടാ ചൂണ്ടയുണ്ടോ? അപ്പൊ ഞങ്ങള് പുള്ളി എന്റെ കസ്റ്റമറാ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചാക്കുകള് രണ്ടുപേരും ഇവിടെ എന്റെ പോലെ എനിക്ക് ഭയങ്കര സന്തോഷം. എത്ര പറഞ്ഞിട്ടും ആ ഒരു എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം ഇവർക്ക് റോഡ് റീൽ അതിന്റെ ഫുൾ സാധനം നമ്മളിപ്പം എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടെ എടുത്തിരിക്കുന്ന ഒരു പൈനിയറിന്റെ 8 ഫീറ്റ് റോഡാണ്. ഒരു 8 അടി. അതായത് നമുക്ക് മൾട്ടിപർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സോൾട്ട് വാട്ടറിലും ഫ്രഷ് വാട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് റോഡ് ഫ്രഷ് വാട്ടർ ഉദ്ദേശിക്കുന്നത് സാധാരണ കായല്, തടാകങ്ങള്, അങ്ങനെ സാൾട്ട് വാട്ടർ കടലിൽ യൂസ് ചെയ്യാം, കടലിലും കായലിലും.
തുരുമ്പെടുക്കൂല അല്ലേ? തുരുമ്പെടുക്കത്തില്ല. ഇതെന്താ സാധനം? ഇതിന്റെ അത് ബ്രൈഡ് ആണ്, ഇതിന്റെ നൂലാണ്. ഇതിനകത്ത് ഓൾറെഡി ലൈൻ വരുന്നുണ്ട്, ബേസിക് ലൈൻ ഉണ്ട്. അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ബ്രൈഡ് ലൈൻ നിങ്ങൾക്ക് തന്നാണ് കേട്ടോ, 8x ബ്രൈഡ് ലൈന്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഫ്രോഗ്, നിങ്ങൾക്ക് വരാലെ ചെറുമീനൊക്കെ അടിക്കാൻ ഫ്രോഗ്. അപ്പൊ തീറ്റ ഇടണ്ട, വേണ്ട. ഇത് എറിയുക, തിരിച്ച് റിട്രീവ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ, തീറ്റ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എറിഞ്ഞിട്ട് വലിച്ചാൽ മതി. ഇത് അതിന്റെ കൂട്ടത്തിൽ ലൂറ്. ഇതെന്ത് പിടിക്കാനുള്ള? ഇത് കടലിലും നമ്മുടെ വാഹ, വാള, അതുപോലെ തന്നെ കാളാഞ്ചി, ചെമ്പലി അതുപോലുള്ള മീനുകളെ പിടിക്കാനുള്ള ലൂറ്. ഞാൻ അതിന് പ്രത്യേക തീറ്റ കരുതണ്ട, വേണ്ട, അതിന്റെ ആവശ്യമില്ല. എറിഞ്ഞിട്ട് വലിച്ചാൽ മതി. പിന്നെ ഒരു റീലാണ്. ഇത് പൈനിയറിന്റെ ഒരു സിംഗപ്പൂർ ബ്രാൻഡാണ്. ഇതിന്റെ റോഡും അത് തന്നെയാണ്, സിംഗപ്പൂർ ബ്രാൻഡ്. ഓക്കെ. അപ്പം ഇത് സെപ്പറേറ്റാ? അനീഷ് ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അനീഷ്, ആദിത്യ ഒന്ന് വരാം. ആദിത്യനൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് കാസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂണ്ടയിട്ടില്ല കേട്ടോ. ഇത് ബോക്സ് എന്ന് പറയുന്ന ഒരു പൈനിയറിന്, ഇതും സിംഗപ്പൂർ ബ്രാൻഡാണ് റോഡ്. ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇവർക്ക് ഇല്ല. നിങ്ങളിപ്പോ എല്ലാം കിട്ടിയ അങ്ങോട്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നു, കിട്ടിക്കഴിഞ്ഞല്ലേ പലതും പഠിച്ച അല്ലേ? കാണിച്ചേ. അല്ല, അതിപ്പം പറഞ്ഞു പോകില്ലേ? ഇല്ല, ഒരു കാരണവശാലും പോകത്തില്ല, പറഞ്ഞു പോകത്തില്ല. ബ്രൈഡ് ലൈൻ സെപ്പറേറ്റ് ഉണ്ട്, ബ്രൈഡ് ലൈനെ. ഓ, ഇതിവിടെ ലോക്ക് ചെയ്യണം. ഇവിടെ ഓഹോ, ഇതിനൊക്കെ എന്നാ വിലയാട്ടോ നിങ്ങളുടെ അവിടെ? ഇത് പല റേഞ്ച് തൊട്ടുണ്ട്. എത്ര രൂപ വില നിങ്ങളുടെ കടയിലുണ്ട്? നമുക്ക് ഒരു ബേസിക് ഒരു 1500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എല്ലാ സാധനം കിട്ടും ഏട്ടാ? ഉണ്ട്. എല്ലാം ഈ സാധനം എല്ലാം കൂടി കൂടി ഇതെല്ലാം കൂടി അത്യാവശ്യം സിംഗപ്പൂർ ബ്രാൻഡ്. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഇത് ഏറ്റവും ചേട്ടന്റെ കടയിലുള്ളതിൽ നല്ല ബ്രാൻഡ്. അല്ല, പൈനിയർ ഷൂവിന് പല ഉണ്ട്. പിന്നെ നമ്മള് നിങ്ങളൊരു ബേസിക് അല്ലേ, അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ആന്റി റിവേഴ്സ് ഇടണം. മനസ്സിലായി? ഇങ്ങനെ അതെ. ഇതപ്പോ റിട്ടേൺ പോകത്തില്ല, ലോക്ക്. അതായത് ലോക്ക് ഇടുന്ന ഏതാ? ഇതേണ്ട ഈ അടിയല്ലേ, ഇത് കണ്ടോ? ഞങ്ങൾ പണ്ട് ഇതേപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ എത്ര നാൾ ഉപയോഗിക്കാം? ഇത് ഒത്തിരി എത്ര വെയിറ്റ് വരെ ഇതിൽ പിടിക്കും? ഇതിനകത്ത് ഇതിന്റെ ഡെഡ് ലിഫ്റ്റിംഗ് മാത്രം എന്ന് പറഞ്ഞാൽ തൂക്കാൻ, അതായത് ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡെഡ് ലിഫ്റ്റിംഗ് മാത്രം 8 കിലോയോളം നമുക്ക് ഡെഡ് ലിഫ്റ്റിംഗ് വരുന്നുണ്ട്. കണ്ടോ, മനസ്സിലായി? അതായത് ഒരു 6 kg ഉള്ള നമുക്ക് തൂക്കിയെടുത്ത് നിർത്താം, ലിഫ്റ്റ് ചെയ്ത് നിർത്താം. അപ്പൊ അതിന്റെ ഒരു 3 6 3 എത്ര അനീഷ്? 12 15 18 കിലോ വരെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 18-15 കിലോ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു റെയിലാണിത്. അപ്പൊ ഞാൻ ഇനിയിപ്പോ മഴയാണല്ലോ നമ്മുടെ ഇവിടെയൊക്കെ ആയി, നമ്മൾ ഇതുകൊണ്ട് പോകുമ്പോ അത് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അപ്പോഴാണ് തേടിയ വള്ളി കാലേ ചുറ്റി. ചേട്ടന്റെ കട ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലുമാണ്. അപ്പൊ നമ്പർ പറഞ്ഞു ഞങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 8714529655. 8714529655. അതായത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, നേരിട്ട് വിളിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുണ്ട്, കമോൺ ആംഗ്ലേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. ഞാൻ സംശയിച്ചോ, ഇതിങ്ങനെ അടിയിൽ കൂടെയാണോ പോകേണ്ടത്, മേളിൽ കൂടെയാണോ പോകേണ്ടത്? അടികൂടി ഇതിനകത്തൂടെ, ഈ ഗൈഡിനകത്തൂടെ പോകണ്ടേ? ഇതെല്ലാം കറക്റ്റ് ഗൈഡിനകത്തൂടെ പോയാൽ മതി കേട്ടോ. ഈ ഗൈഡിനകത്തൂടെ പ്രോപ്പറായിട്ട്. അപ്പൊ ഇത് തിരിച്ച് ഇതിങ്ങനെ ഊരുന്നതും കൂടെ പഠിപ്പിച്ചാ അത്രേ ഉള്ളൂ പരിപാടി. ഇത് ഈ ഗൈഡിനകത്തൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ നല്ല കപ്പാസിറ്റി കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇത് രാശിയുള്ള ആട്ടെ, നല്ല നല്ല കൊമ്പൻ സ്രാവുകളെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റട്ടെ. ഏതായാലും ഞങ്ങൾക്കും വലിയൊരു ഭാഗ്യം പറ്റും, നിങ്ങൾക്ക് തരാൻ പറ്റിയ. ഞങ്ങൾക്ക് അതിലും ഭാഗ്യം, സാധനം കിട്ടിയല്ലോ. ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചിട്ട് തന്നെ അല്ലേ? എന്തായാലും ഇത് നല്ല സാധനമാണ് ചേട്ടൻ പറഞ്ഞ് പാക്ക് ചെയ്ത് തന്നേക്കാവും. അപ്പൊ ഇതെല്ലാം കൂടെ ഇനിയിപ്പം പിന്നെ ഇതാണ് അതിന്റെ തിരിക്കുന്നത്. ആ റീൽ ഇതിന്റെ അകത്ത് തന്നെ വെക്കണ്ടേ? ഗൈസ് ഇത് ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഇതിന്റെ വില ഇവർക്ക് അറിയത്തുള്ളൂ ഗൈസ്. ഇതിനകത്ത് തായ് ആട്ടോ, തായ് ഭാഷയുണ്ട്, തായ് ആൻഡ് മലേഷ്യൻ. ഇത് രണ്ട്, അത് ഏകദേശം ഒന്ന് തന്നെ, പ്രോട്ടോപ്പ് ആ കമ്പനിയാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല സാധനമായിരിക്കും. തായ് സാധനം ഭയങ്കര ക്വാളിറ്റി ആട്ടോ. നമ്മൾ സ്പീക്കറുകൾ മേടിക്കുന്നത് തായിയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെയും വ്യത്യാസമുണ്ട് എപ്പോഴും ക്വാളിറ്റി. ഇതെന്നൊക്കെയാണ് സ്നാപ്പ് ലോക്ക് ആണ് എന്ന് വെച്ചാൽ സ്നാപ്പ് ലോക്ക്, അതായത് നിങ്ങൾ ഇതിന്റെ അറ്റത്ത് ഇത് കെട്ടുന്നതാണ് സ്നാപ്പ്. അതായത് സ്നാപ്പ് ലോക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഈ ബൈറ്റുകളെല്ലാം നിങ്ങൾ ഇതിനകത്ത് കയറ്റിയിടുന്നത്. സെയിം ലൈക്ക് സേഫ്റ്റി പിൻ പോലെ തന്നെ നിങ്ങൾ ആ ബൈറ്റ് ഇതിനകത്തൂടെ കയറ്റിയിടുന്നു. ഇവിടെ നമ്മൾ ഈ ലൈൻ അറ്റാച്ച് ചെയ്യണം, മനസ്സിലായി? ഈ ലൈനിന്റെ അറ്റം നമ്മൾ ഇതല്ല കെട്ടുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി ഇടുന്ന ഫ്രോഗുകൾ അല്ല ഏത് ബൈറ്റ് യൂസ് ചെയ്യാലും അത് മൊത്തം നമ്മൾ ഇതിൽ ഇട്ടിട്ട് റിട്ടേൺ ചൂണ്ട വള്ളിയുടെ അറ്റം കൊടുക്കുന്ന സാധനം. മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, അതാണ് ആ സാധനം. അപ്പോൾ അത് ഇതിലേക്ക് തിരിച്ചിട്ടുള്ളൂ. എന്നും മീൻ പിടിക്കാൻ ഞാൻ നിങ്ങളെ ഓർക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിത് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ടാഗും ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പം അതൊന്ന് ജസ്റ്റ് നോബ് ഒന്ന് ടൈറ്റ് ചെയ്യണേ. ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ?
രണ്ടും തിരിച്ചു മറിച്ചു വിടാം കേട്ടോ. മീൻ എവിടെയാ കിട്ടുന്നത്? ഞങ്ങൾ ആ വശത്താണ്. ഇതാണ് ഫ്രോഗ്. ഇത് റിയൽ വൈപ്പർ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് ഫ്രോഗ്. ഇതുണ്ടോ ഇങ്ങനെ ഇതിന്റെ ഹുക്കപ്പ് റേഷ്യോ ചെക്ക് ചെയ്യുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗ്. നമ്മൾ എറിയുന്നു, റിട്രീവ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മീൻ വന്ന് ഇങ്ങനെ അടിക്കുക, ബൈറ്റ് എടുക്കുന്നു, അപ്പോഴാണ് നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്നത്. അനക്കം വരുമ്പോ ഒരു ഒറ്റ അടി ചേട്ടന് എത്ര കിലോ വലിയ മീൻ വരെ കിട്ടിയിട്ടുണ്ട്? എനിക്കൊരു 6 കിലോ. ചേട്ടാ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പിടിച്ചിരുന്ന 28 kg കട്ടലയാണ്. 5 കിലോ. സത്യം പറയട്ടെ, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വായുവും വെള്ളവും മാത്രമാണ്. വേറൊരു ഞങ്ങൾ ആസാമിൽ 2 ദിവസം ഇരുന്നു കിട്ടിയില്ല. ഇതിനകത്തുണ്ടല്ലോ ബമ്പർ കൊടുത്തിട്ട് അവന് പോണം, പണിയുണ്ട് നമ്മുടെ പയ്യന്. എവിടെയാ അവന് ബമ്പർ നിങ്ങൾക്ക് അവന് പോണമെന്ന്. അവന് കടയിൽ പണിയടക്കണമെങ്കിൽ ബമ്പർ വരാൻ വേണ്ടി. ഏത് ബമ്പർ? അയ്യോ ബമ്പർ, സോറി മറന്നു. ബമ്പർ എന്തിയെ? എവിടെയാണ് കൊടുക്കുന്നോ? അവന്മാര് ഇന്നലെ ഇന്ന് മിനിഞ്ഞൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പൊ ഇൻസ്റ്റാമിൽ കാണാവേ ഒരുപാട് സന്തോഷമുണ്ട് തന്നതിൽ. ഗൈസ്, ഞങ്ങളെ വേറൊരു സാധനം ഉണ്ടാക്കാനുള്ള ഒരു സംഭവം നമ്മള് എടാ നിന്റെ അല്ലടാ ഇതാ ഐസ്യൂം വെറുതെ തന്നാ കേട്ടോ. ഇവൻ ഞങ്ങളോട് 1000 രൂപ ഞങ്ങൾ തരത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു തന്നേക്കാന്ന്. ഗൈസ്, അങ്ങനെ അവൻ്റെ സാധനം അവൻ ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ്. ഇത് ഞങ്ങൾക്കൊരു വേറെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓ കിട്ടിക്കാച്ചി, ഓ വീലൊക്കെ കിട്ടിക്കാച്ചാണല്ലോ. വീല് മേടിച്ചാ എത്രയാടാ? മൊത്തം റിമ്മിന് മാത്രമോ? എന്നാ വിജയ് ഡീസലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ഒന്ന് പറഞ്ഞു തരൂല്ലേ എവിടെയാന്നുള്ള കോൺടാക്ട് ഒക്കെ? എടാ നമ്മൾ എന്തിനാടാ ഊരുന്നത്? നീ അവിടെ വെക്ക്, നമുക്ക് അവിടെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കിയാൽ പോരെ? ശരിയല്ലേ? നമ്മൾ എന്തിനാ ഇവിടെ നാടൻ വരെ ചുമക്കുന്നത്? ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കഴിയാൻ ബുദ്ധിപരമായിട്ട് തട്ടല്ലേ. ഈ വണ്ടി കുറെ മേടിച്ചിട്ട് ഇത് SSH പോലെ തന്നെ 1990 പുതിയത് കയറ്റിയതാണ്. കൊടുക്കുന്നോ? പ്രാർത്ഥിക്കണം കേട്ടോ. ഗൈസ്, പുള്ളിക്കാരൻ ഇത്രയും ദിവസം ഞങ്ങൾ കമ്പനി ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ സംസാരിക്കായിരുന്നു. പുള്ളി അമ്പലം നോക്കുന്ന ആളല്ലേ? അല്ലേ അമ്പലം നോക്കുന്നല്ലേ? ശാന്തിയല്ലേ? അമ്പലം നോക്കി നടത്തുന്നത്. നമ്മുടെ പള്ളിയിലെ കപ്പ്യാരെന്ന് പറയുന്ന പോലെ. അത് തന്നെ, ശാന്തി വേറെ, നമ്മുടെ പള്ളിയിലെ കപ്പ്യാരെന്ന് പറയുന്ന പോലെ അമ്പലം നോക്കി നടത്തുന്ന ആളാട്ടോ. ചേട്ടാ നിന്റെ ലൈറ്റ് ഓൺ ലൈറ്റ് ഇല്ല അതിനകത്ത്, വെറും ഡെമ്മി മാത്രം. ഓ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ഒരു ലൈറ്റ് നല്ല കിടില നോമിനി. എടാ പെയിന്റ് കൊള്ളാം കേട്ടോടാ. പെയിന്റ് എവിടെ നിന്നാണ് അടിച്ച? ഏതാണ്? എത്രയായി 10 പെയിന്റിന്? യൂട്യൂബില് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം ഗൈസ്, നമ്മുടെ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് അവിടെ നടക്കുവാണ്. ഹായ് ചേട്ടാ, പേരെന്നാ? ലലിജോ, വീട് എവിടെയാ? ആഹാ, എവിടെ പോയതാ? ഓ ഇങ്ങോട്ടായിട്ട് വന്നാ? ഓക്കെ. എടാ എങ്ങനെയാടാ കയറ്റുന്നത്? ഇവിടെയാ കയറ്റണ്ടേ? എന്നെ മഞ്ഞ റിവേഴ്സ് എടുക്കുക. അത്രയൊക്കെ എടുക്കണോ നമ്മള്? ഇവിടെ വെച്ചിട്ട് അങ്ങ് എടുത്ത് വെച്ചാൽ പോരെ? എന്നെ അപ്പൊ നമ്മളെല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഇല്ലാതെ വാ. ഇതെങ്ങനെ കട്ട് ചെയ്യാനാ മറ്റേ നീ ഉദ്ദേശിച്ചേ? ഇല്ല, ഇതോ സാധനത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നലെ നോക്കി കിട്ടിയില്ല. ഇത് പുറത്തു കൊടുത്തില്ല. ഇത് ഭയങ്കര സർപ്രൈസ് ആട്ടോ. ഈ സാധനം ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. മതി വാ. ആരാ ഉള്ളത് നിന്നെ സഹായിക്കാൻ? എടാ വാടാ, എന്നെ സഹായിക്കുന്നേ. ആ ചേട്ടൻ തന്നെ എടുപ്പിക്കാതെ ഞാൻ വേണ്ട മേലിക്കൂടെ കിട്ടാൻ മതി. വെയിറ്റ് ഇല്ലല്ലേ? പൈപ്പാ? മറ്റേ പൈപ്പ് കീറുവോ? അത് കയറുവോ? തള്ളി വിട്ടോട്ടാ. തള്ളി വിട്ടോ? ഇല്ല, അമിത തള്ളിയിട്ടാ. ചരിച്ചിട്ട് ഇല്ല, കേറില്ല. കേറണം. ഇല്ല. താങ്ക് യു. ഒന്നും വേണ്ടല്ലോ. അത് മതി, അത് കേട്ടോ. ഒന്നും വേണ്ടല്ലോ വീണ്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നവരില്ലേ? ചേട്ടായി താങ്ക് യു. നമ്മ ഒരു സ്പെഷ്യൽ സാധനം ഫ്രണ്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് താങ്ക് യു. ഇവിടെ വന്നാ? അല്ല ഈ ലിവർ വെച്ചോ? ഞാൻ
എൻ്റെ വണ്ടിയുടെ ബാറ്ററി ടെർമിനലിൽ നിന്ന് കറണ്ട് വരുന്നില്ല. എടാ ശരിയാ, ഈ ഒരു കേസും കൂടെ ഉള്ളൂ. നമ്മുടെ പൈപ്പ് വീഡിയോ വരും കേട്ടോ. എടാ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞില്ല. വിജയ് ഡീസൽ പറഞ്ഞില്ലേ? വിജയ് തലവേർ ഇങ്ങ് വാ. വിജയ് തൊണ്ണയൊക്കെ പോയി. എന്നാടാ അപ്പൊ ശരിക്കും സംഭവം? ഓയിലിന്റെ എന്തൊരു സംഭവം എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ. എന്താണ് സംഭവം? എന്നാ വിജയ് ഡീസൽ പുത്തനോസാണോ പഴയ ദിവസമാണോ? ടർബോയുടെ റിട്ടേൺ ഹോസ് പൊട്ടിയോ? അല്ലല്ല ലീക്ക് ആണോ? ടൈറ്റ് ചെയ്താൽ മതിയോ? അപ്പോൾ അതല്ല ചേട്ടൻ പറഞ്ഞല്ലേ പൈപ്പ് നോക്കണം, പൈപ്പ് നോക്കണം. നമുക്ക് പോകുന്ന വഴി അറിയാൻ പറ്റും. എന്റെ ഭാഗ്യമല്ല, ഞാൻ ആ സാധനം കേട്ടോ അവിടെ ചെന്നിട്ട് മറ്റേ വേറെ ഇത് മേടിച്ചിടാ അല്ലേ? ആക്സിഡന്റ് അല്ലേ? അത് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് എടുക്കണമെങ്കിൽ അല്ല, അതിന്റെ ആവശ്യമില്ല. പവർ സ്റ്റിയറിംഗിലേക്ക് ഇപ്പൊ ഒന്നും പ്രശ്നങ്ങൾ കാണുന്നില്ല കേട്ടോ. ലീക്ക് കുറഞ്ഞു. ടൈറ്റ് ഉണ്ടോ? ടൈറ്റ് ഇല്ല. ഇങ്ങോട്ടൊരു പൊട്ടിക്കോട് കുറഞ്ഞു. ബ്രേക്കിന്റെ അല്ലേ? ചവിട്ടുമ്പോഴല്ലോ അതാ ഒടിവോ? ഒടിവ് പൊട്ടിക്ക് അത് നേരത്തെ കുറവായിരുന്നു. ലൈലാൻഡിൽ നിന്ന് അവർ റെഡിയാക്കി തന്നാണ് നമ്മുടെ ഭാഗ്യം. അല്ല നമ്മൾ എന്ത് ആ ലൈലാൻഡുകാരെ കൊണ്ട് ഒന്നും കൂടി പിടിപ്പിച്ചാലോ? അവർ മാറ്റണോടെ അത് വരുവാണെങ്കിൽ നോക്കിയാ പോരെ? പൊട്ടിയാലും കുഴപ്പമില്ല, ക്ലിപ്പ് പുതിയ ഓയിൽ ഒഴിക്കാം. പൊട്ടിയാൽ കുഴപ്പമില്ലെന്നോ? അപ്പൊ ഞങ്ങൾ എങ്ങനെ പോകും? പുതിയ ക്ലിപ്പ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടിയാൽ കുഴപ്പമില്ല, പുതിയ തന്നെ ആയിക്കോട്ടെ. ഇത് എത്ര സമയം എടുക്കും ചേട്ടാ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിന്റെ പണി തരുന്നതിൽ? അത്രേ ഉള്ളൂ. ഇപ്പം പോയാലും നമ്മൾ എത്ര മണിക്ക് എത്തും? അയ്യോ, അച്ഛൻ്റെ അടുത്ത് വെഞ്ചരിപ്പുള്ള രാത്രിയിൽ. അച്ഛന് കല്യാണത്തിന്റെ കുർബാന പിന്നെ പകുതി കുറച്ചിട്ട് അച്ഛൻ ഓടി വന്നാ ഇതേ ഞങ്ങള് എത്തുന്നത്. അച്ഛൻ വന്നവിടെ ഇരിക്കുമോ? കഷ്ടമുണ്ട് കേട്ടോ. എന്തായാലും പരിഹാരികൾ എന്തായാലും ഓരോന്ന് നല്ല നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോ എടുക്കണ്ടേ? അവിടെ നിൽക്കാമല്ലോ. എവിടെ നിൽക്കാം? ഇവിടെ നിന്നാ മതിയോ? എന്നാ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. ഗൈസ് നോക്കൂ, പേരെന്നാടാ? മിഥുൻ. പേര് നിതിൻ. പേര് ജിതിൻ. ആൽബിൻ. ലിയോ. റാഷിൽ. എല്ലാവരും ഇവിടെ ഉള്ളതല്ലേ? നിനക്ക് ഇത് എവിടുന്ന് കിട്ടിയേ? ഞാനിത് പോലത്തെ സാധനം തപ്പിയെടുക്കാം, പക്ഷെ കിട്ടിയില്ല. അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഇവിടെ ടർബോയുടെ ഒരു ഓസിൻ്റെ ലീക്ക് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുവാണ്. എന്തായി എന്നുള്ളത് അറിയത്തുമില്ല. എന്തായി? ലീക്ക് മാറി. ഇപ്പൊ എന്നാ നമ്മൾ നോക്കുവാണോ? കേട്ടോ നമ്മളെ വണ്ടി വലിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ വണ്ടി വലിക്കുന്നില്ലായിരുന്നു. അതെ, അതായത് ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റിൽ ഇട്ടിട്ടായിരുന്നു നമ്മൾ എടുത്തോണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ 5ാമത് കീഴിലാണ് നമുക്ക് എടുത്തിട്ട് പോകാൻ. നമ്മളെ എല്ലാം പറഞ്ഞു. നമ്മൾ ബേക്കിലെ കാഴ്ചകളൊന്നും പറഞ്ഞില്ലല്ലോ. അത് എയറിന്റെ ഇത് കണ്ടോ? ബേക്കിൽ ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളോട് ഞങ്ങൾ പറയാൻ മറന്നുപോയത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ണ് കിട്ടാതിരിക്കാനുള്ള സാധനം ഇവിടെ തൂക്കി. പിന്നെ ഞാൻ പറയാണ്, ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല. ആർക്ക് വേണമെങ്കിലും നോക്കാം, ആർക്ക് വേണമെങ്കിലും ഉരി നോക്കാം. ഇത് ഇതുണ്ട്, ഇതിന്റെ ഉള്ളിൽ കണ്ടോ? ഇതിന്റെ റബ്ബർ പോലും പൊട്ടിച്ചിട്ടില്ല. വെറുതെ ഇട്ടാക്കുന്ന ജസ്റ്റ് ഷോയ്ക്ക് മാത്രം. ഇതിന്റെ ഒരു ലൈറ്റുകളും കത്തൂല അല്ലേ? അടാ ഇത് ഓക്കെ അല്ലേടാ? ഇതല്ല, നമുക്ക് ആ ഫ്രണ്ട് ഒന്നും കൂടെ കെട്ടണം. ബാ, ഞാനും വരാം. ഇതിലെ കയറിവിടാ. എങ്ങനെ കെട്ടുമെന്ന് ആദ്യം ഇവിടുന്ന് പ്ലാൻ ചെയ്യാം. ബാ, എങ്ങനെ ഇത് പുറത്തോട്ടാണോ ഇതിനെ വരുന്നത്? ഒരു പണിയാ, ഇത് നമുക്ക് ഒരുമിച്ച് കയറിയിട്ട് മതി. ഇതിന്റെ ഇടയിൽ കൂടെ ഒന്നും വേണ്ടെന്നേ. അതിന് മേളിൽ നിന്ന് ഒരു കയറും കൂടി ഇട്ട് കെട്ടിയിട്ട് എനിക്ക് ഐഡിയ കിട്ടി. ഇല്ല അതിങ്ങോട്ട് പാറി വരുമോ ഉള്ളിലോട്ട്? വെറുതെ ഇട്ടിട്ടല്ലേ ഉള്ളു, താഴെ ഒന്ന് വലിച്ചു കെട്ടിയാ എളുപ്പവാ. മനസ്സിലായോ? എടാ അമിത്, വാ. ഹായ് ഹായ്, പേരെന്നാ? ദിൽജിത്ത്. ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? പമ്പൻ ചൂടാ കേട്ടോ. പൊക്കിയിട്ടാരെ അതിന് ഈ പുറത്ത് കിടക്കുന്ന കമ്പിയും കൂടെ എന്തെങ്കിലും ചെയ്യേ അമിത. ഈ കമ്പിയും കൂടെ ഒന്ന് കയറ്റിട്ടാറാ. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മേൽ ലെവൽ കെട്ടി കേട്ടോ. പൊളിച്ചില്ല, പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലേ? നീ എങ്ങനെ കെട്ടിയതാ? ഈ വള്ളി അതിൻ്റെ കൂട്ടാം. ഫൈനലി നമ്മുടെ ലൈലാൻഡിന് അങ്ങനെ ലൈലാൻഡിന് സൗണ്ട് വന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, വണ്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ചെറിയൊരു
ടർബോയുടെ ഓയിലായിരുന്നു എന്നായിരുന്നു അതെ ടർബോ. ടർബോയുടെ ഓയിലിൻ്റെ ഒരു ചെറിയ ലീക്ക് ഉണ്ട്, അതും പൂർത്തിയാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ ലൈലാൻഡിൻ്റെ സൗണ്ട് ചേട്ടൻ ശരിയാക്കി തന്നു. അതായത് നമ്മുടെ പമ്പ് മാറ്റി വണ്ടിക്ക് പവറായി, പിന്നെ അതുപോലെ നോസിൽ എന്നൊക്കെ ആയിട്ട് ചേട്ടൻ ചെയ്തത് നമ്മളെ പമ്പ നോസിലെ ടർബോയുടെ മൊത്തം കിറ്റും മാറ്റി. ടർബോയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിലും നമ്മൾ സർവീസ് ചെയ്തു, കിറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേട്ടനില് പമ്പ് അതുപോലെ നോസില് ടർബോ ഇത് സംബന്ധമായ ആരെങ്കിലും എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ നമ്പർ പറഞ്ഞേ 7356 ഈ നമ്പർ വിളിച്ചാൽ മതി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ. അല്ല നമ്മുടെ വണ്ടി ഇവിടെ വന്നപ്പോൾ വലിയാതെ വന്ന വണ്ടിയാണ്. അതായത് നീ കപക്കെട്ടായിരുന്നു നീ പറയുന്നില്ലായിരുന്നു. അതായത് ഗീർ ഒന്നേന്ന് തുടങ്ങും, നീ 5ാം ഗിയർ വണ്ടി എടുത്തില്ലേ? ഇപ്പം നമ്മുടെ വണ്ടി ഏകദേശം ഓക്കെയാണ്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ആകെ പരിപാടിയുള്ള പവർ സ്റ്റിയറിംഗ്. അതും ചേട്ടൻ ഒരു സംഭവം ചെയ്തെന്ന് ആ പവർ സ്റ്റിയറിംഗ് ഓയിലിന്റെ ലീക്ക് നിർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓയിൽ സമയം കൊടുക്കുവാണ് ചേട്ടൻ ഐഡിയ ഉണ്ട്. ഒരു കാര്യത്തിൽ ചേട്ടൻ പക്കയാണ്, വണ്ടിയെ കുറിച്ച് അറിയാം, എന്താണ് എവിടെയാണ്. ഞാൻ ആദ്യം ശ്രദ്ധപ്പെട്ടതെന്ന് വെച്ചാൽ വണ്ടി വന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഒരു മൂളിച്ചുണ്ടായിരുന്നു. അപ്പോൾ എവിടുന്നോ മൂളിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ലീക്ക് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ അത് കണ്ടുപിടിച്ചു മാറ്റി തന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചില ആൾക്കാർക്ക് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ട് അറിയാന്ന് പറയില്ലേ, അങ്ങനെയുള്ള പുള്ളിക്കാരൻ. അതായത് അങ്ങനെ വിജയ് ഡീസൽ നമ്മുടെ ആ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. എവിടെയെങ്കിലും കണ്ടുമുട്ടാം, എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം. ഇനി എൻ്റെ ഇഞ്ചക്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാം ഞാൻ അയച്ചു തരാം കേട്ടോ. എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. അതായത് ലൈലാൻഡ്, ടാറ്റ, ഐഷർ, ബെൻസ്, BM അങ്ങനെയുള്ള A to Z പുള്ളി എടുത്ത് BS6 വരെ ഇഞ്ചക്ടർ പണിയുള്ള സെറ്റപ്പ് ഉണ്ട്. പുത്തൻ വണ്ടിയുടെ വരെ ഇഞ്ചക്ടർ പുള്ളി പണി കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, അത് പുള്ളിക്കാരൻ ഞാൻ വേറെ ഒരു നല്ല കാര്യം കണ്ടെന്ന് വെച്ചാൽ ഞാൻ പെട്രോൾ വണ്ടിയുടെ കേസ് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ സത്യസന്ധമായിട്ട് പറഞ്ഞു പെട്രോൾ വണ്ടിയുടെ പുള്ളിക്കാരൻ ചെയ്യൂല, അത് പുതിയത് മേടിച്ചിട്ടുണ്ട്, ഡീസൽ മാത്രമേ ചെയ്യാവൂ, ഡീസൽ മാത്രമേ ചെയ്യണമെന്ന് പുള്ളിക്കാരൻ്റെ ക്വാളിറ്റി അത് വേണം. നമ്മളിന്ന് മേടിച്ചിട്ട് വേണം പുള്ളിക്കാരൻ അത്. ഫൈനലി നമ്മൾ അങ്ങനെ കാർ ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം മനുവാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. നമുക്ക് പണി ചെയ്ത് തന്നത് ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ഒന്ന് പരിചയപ്പെടുത്തുക. ആദിത്യ ചേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത്. മനു ഞങ്ങളെ ഇവിടെ എത്തിച്ചു. മനു ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു മടിയും കൂടാതെ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് പണിതു. അതായത് ഇവർ മെയിനായിട്ട് കാറുകളാണ് ചെയ്യുന്നത്. കാറുകൾ പിന്നെ അതുപോലെ SUV വാഹനം അങ്ങനെ സംബന്ധിച്ച് ട്രക്കുകൾ അവർ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പ്രത്യേകം മനുവിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഇതിൽ നമുക്കിവിടെ ചെയ്തു തന്നാണ്. അപ്പം തിരുവല്ല സ്ഥലത്തിന് പേര് ഇടിഞ്ഞില്ലം, അർക്കാടിയ, അന്നപൂർണയുടെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഈ യെസ്. അപ്പം നിങ്ങൾ ഇവരെല്ലാവരും ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വണ്ടി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഇവിടെ പ്രീമിയം പെയിൻറ്റിങ് മുതൽ എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. മീറ്റൊക്കെ അതായത് 2 ദിവസം നമ്മൾ വന്നു, പക്ഷേ കുറച്ച് വർക്കുകൾ 3 ദിവസം വർക്കുകളുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് നമുക്ക് നന്ദി പറയേണ്ട പാച്ചനോടും കൂടെ നമ്മൾ നന്ദി അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാച്ചനില്ല അല്ലേ ഗൈസ്. അപ്പം പാച്ചന് ലീവാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ കാണാം. മീറ്റൊക്കെ കെട്ടിപ്പിടിക്കാൻ ഓക്കെ. ഫൈനലി അങ്ങനെ നമ്മൾ വണ്ടി നേരെ പമ്പിന്റെ അവിടെ നിർത്തി. അപ്പം നമുക്കിനി പോകേണ്ടത് പിറവാണ്. പിറവത്തു നിന്നാണ് നമുക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കാൻ ഇച്ചിരി പാടാ, എന്നാലും കുഴപ്പമില്ല. ചേട്ടാ വിജയ് ചേട്ടാ വന്നേ. ഇതിലെ നേരെ പോകുന്ന ഇങ്ങനെ പോകുന്നതാണോ, പുതുപ്പള്ളി വഴി പോകുന്നല്ലേ? ഇതിലെ നേരെ പോകുന്നതാണോ നല്ലേ? കൊള്ളൂലല്ലേ? ഈ അങ്ങനെയാണ് ഈ ഒരു തലമുറയും കൂടെ അപ്പുറം ഇടും. അപ്പൊ അതിന് ഇച്ചിരി ഇത് കൂടി കിട്ടും, അങ്ങോട്ടും അടിക്കാതെ. അല്ലേ? എനിക്ക് മനസ്സിലായില്ല. അതില്ല, ഞാൻ ഇച്ചിരി അങ്ങോട്ട് വരാവേ, മാറി ഇരിക്കാം. ഓക്കെ അല്ലേ? ഏതിലെ വന്ന് എളുപ്പമെന്നാ പറഞ്ഞു? അല്ല പറഞ്ഞ പോവല്ലേ? ഗൈസ്, വണ്ടിയുടെ പരിപാടി നമ്മൾ വിചാരിച്ചതിലും ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടന്നു. നമ്മൾ വിചാരിച്ചതിലും ഗംഭീരമായിട്ട്. നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെയും വിചാരിച്ചില്ല അല്ലേ? എവിടെയിട്ട് തിരിക്കാം? അമിത് തന്നെ ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ടിൽ നിന്ന് വഴി കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എങ്ങനെ പോകണം എന്നുള്ളത് പുള്ളി അവിടെ നിന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. പോവാ യൂറോപ്പിൽ പോയി അടുത്ത ആഴ്ച. എത്ര പേരാണ് അവിടെ വണ്ടിയുടെ വീഡിയോ എടുക്കുന്നത് പല സ്ഥലത്തിലായിട്ട്. എല്ലാവർക്കും വണ്ടി
എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ആ ഗൈസ് എല്ലാവർക്കും വണ്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി പണിയുണ്ട് കേട്ടോ. അതാണ് സംഭവം. ഇവിടെ ഇട്ട് തിരിക്കാം, ഇവിടെ ഇട്ട് റൗണ്ട് അടിക്കും. തിരിച്ചുപിടിച്ചു. വേറെ ലീക്കൊന്നും ഇല്ലല്ലോടാ? ഇല്ല. അവിടെ ഒന്ന് ബേക്ക് അടിച്ചു. ഈ മാങ്ങാത്തൂല് ജേഴ്സിനെ ഭയങ്കര പാടാട്ടോ. ബാബാ കിട്ടിയില്ലേ? ഇവനെ പിടുത്തമുണ്ട്, വെറവലുണ്ട്. ആ സാധനങ്ങളൊക്കെ കുറച്ച് പണിയുണ്ട്, നീ കുറച്ചും കൂടെ പണിയുണ്ട്, ചെയ്ത് തീർക്കണം. ആ വെറവിൽ ആ ലൈലാൻഡിൽ അവരെ സാധനം പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പൊടി ഭയങ്കര കുറവല്ലേടാ? പൊടി ഭയങ്കര കുറവല്ലേ? പൊടിയേ ഭയങ്കര കുറവല്ലേ? ശ്രദ്ധിക്കണം. കയറ്റി വെച്ചാലോ? പോലെ റൈറ്റ്. ആ പോട്ടെ റൈറ്റ്. പോട്ടെ. ഫൈനലി അങ്ങനെ നമ്മൾ നേരെ പോവല്ലേ മുന്നോട്ട്. നല്ല ബ്ലോക്ക് ആട്ടോ, നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇത്ര ബ്ലോക്ക് നമ്മളെ സാധാ മറ്റേ വഴി കൂടി അല്ല പോകുന്നത്. അല്ല നമ്മള് വ്യത്യാസമല്ല. ആ സ്ഥലത്ത് നമ്മള് പാലക്കുടിയാ പോകുന്നത്. നമ്മൾ പുതുപ്പള്ളി വഴി നമ്മള് തിരിക്കാൻ വേണ്ടി ഇപ്പൊ അങ്ങോട്ട് പോയാ നമ്മള് പുതുപ്പള്ളി വഴിയാ പോകുന്നത്. എന്റെ കഴിഞ്ഞ വർഷം വരുന്നോടും പുതുപ്പള്ളി വയനാട്ടിലാണോ ഇരുന്നോണ്ടിരുന്നത്? കോട്ടയായിരുന്നു. അവിടെ അല്ലേ? അത് പുൽപ്പള്ളിയാ. അത് പുൽപ്പള്ളിയാ? ഇത് പുതുപ്പള്ളി. അപ്പൊ രണ്ട് സ്ഥലം ഉണ്ടല്ലേ? എനിക്ക് മാറ്റം വന്നതല്ല. എന്തായാലും സംഭവം നമ്മൾ വിചാരിച്ചാൽ ഉഷാറായിട്ടോ. ഇല്ലടാ അമിത്? ഉഷാറായില്ലേ? സക്സസ് ആയിട്ടോ. എല്ലാരും വീഡിയോ എടുക്കുന്നുണ്ട്. അല്ല, മിഷൻ സക്സസ്. മിഷൻ സക്സസ് അല്ലേ? ഇത് മതി കണ്ടോ വീഡിയോ എടുക്കുന്നത്. അവന്റെ ലാൻസർ കിടിലൻ ലാൻസർ ആണോ? നമ്മളെത്തുമ്പോ ഇന്നൊന്നും നടക്കൂല കേട്ടോ, നാളെ നടക്കുള്ളൂ, ഇന്ന് നടക്കൂല. പോയേക്കാം, നമുക്ക് കേറിക്കോളാൻ പറഞ്ഞു. പോട്ടെ. കാലം എടുക്കുമ്പോ താക്കോലൊന്നും ഇവിടെ വെച്ചേക്കാം. താക്കോലും ലിവിൻ്റെ അടുത്തല്ലേ? ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടണമേ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗയിലെത്തിയപ്പോൾ യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്തതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവർ ഉടനെ തന്നെ അവയെ വിട്ടുതരും. ശിഷ്യന്മാർ പോയി യേശുതമ്പുരാൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. യേശുതമ്പുരാൻ കയറിയിരുന്നു. പാർക്കുമോർ ദൈവമായ കർത്താവേ, അഖിലാണ്ട സീമകളെ നിർമ്മിച്ചവൻ നീയാകുന്നു. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം നിന്നിൽ നിന്നാകുന്നു. മനുഷ്യരുടെ നന്മയ്ക്കും പ്രയോജനത്തിനുമായി നീ അവയ്ക്ക് രൂപം നൽകി. ഇപ്പോൾ ഈ ദാസന്മാർ സമർപ്പിക്കുന്ന ഈ വാഹനത്തെ നീ വാഴ്ത്തണമേ. ഇതുപയോഗിക്കുന്ന ഈ സഹോദരങ്ങളോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. യാത്രയിൽ നീ തന്നെ ഇതിനെ നിയന്ത്രിക്കണമേ. എത്യോപ്യക്കാരന് വചനത്തിൻ്റെ പൊരുൾ യാത്രയിൽ പറഞ്ഞു കൊടുപ്പാൻ നിൻ്റെ ശിഷ്യനായി പീലിപ്പോസിനെ നിയോഗിച്ചതുപോലെ
നിൻ്റെ തിരുവചന പ്രഘോഷണത്തിന് ഈ വാഹനം കാരണമാകണമേ. ആയത് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും വിശിഷ്യാമോർ ഗീവർഗീസ് സഹതായുടെയും ശക്തിയേറിയ മാധ്യസ്ഥം ഈ വാഹനത്തോടൊപ്പം ഉണ്ടായിരിക്കണമേ. പ്രത്യേക ദൈവത്തിൻ്റെ കാവലും സംരക്ഷണവും ഈ വാഹനത്തിൻ്റെ മേലും ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. മോറൻ വാലോഹാൻ ലവൽ മീൻ. ഈ വാഹനത്തിൻ്റെ തെളിപ്പിനായി ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധ റൂഹായുടെ നാമത്തിലും തന്നെ. ആമീൻ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളയും തൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. മറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും തൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വാഹനം ആശീർവദിച്ച് ശുദ്ധീകരിക്കുന്നു. ബാറക് മോർ. പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധ റൂഹായുടെ നാമത്തിലും തന്നെ. ആമീൻ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളയും തൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. നൈവാൻപന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ്റെ കാരുകിൽ പോൽ, വൃദ്ധതയിലും അവർ തളിരിട്ട്. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക്. ശുഭോല ബോല ബുറോ വല റൂഹോ കാദീശോ മെൻവോലം. ഒരു ബോലിങ്ങും മോർഗി വറുകി സഹദാ. സ്തൗമൻ ഗാലുസ്കുറി. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ലീ. ഭാഗ്യം മിശിഹായെ കാൺമാൻ. മുറിയോറായും പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളയും തൻ കോപത്തിൻ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ ഈ താക്കോൽ എബിന് കൈമാറുകയാണ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ വെഞ്ചരിപ്പും പരിപാടിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ രാത്രി നമ്മൾ വെഞ്ചരിച്ചു. അച്ഛനോട് ഞങ്ങൾ വാക്ക് പറഞ്ഞു, അച്ഛനെ കൊണ്ട് ഞങ്ങൾ വെഞ്ചരിപ്പിക്കുള്ളൂ. അങ്ങനെ അച്ഛനെ കൊണ്ട് തന്നെ ഞങ്ങൾ വെഞ്ചരിപ്പിച്ചു. അതേ സമയത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവൻ കണ്ടു. ഇവൻ കണ്ടപ്പോൾ ഇവൻ എല്ലാവരും പറഞ്ഞു, ഗൈസ് ഇവൻ എന്നെ കൈവക്കി കാണിച്ചു. ഞാൻ ഇവനെ കാണാതെ ഇങ്ങനെ ഗൈസ് ഇവൻ എല്ലാവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. പേരെന്നാടാ? ഷിനാസ്. വീട് എവിടെയാ? ഞാൻ കണ്ടിരുന്നല്ല. പേരെന്നാ? ഗുണ. എവിടെ? ഇവിടെ തന്നെ വീട്. പേരെന്നാ? ഇവിടെ തന്നെ. പേരെന്നാ? വിഷ്ണു. ഇവിടെ തന്നെ. പേര്? ശ്രീകുട്ടൻ. ഇവിടെ തന്നെ. പേരെന്നാ? അജിത്ത്. പേര്? പേരെന്നാ? പേര്? നീ ഒറ്റ ഈ നേരം കൊണ്ട് പേരനായിട്ട് ചേട്ടൻ്റെ പേര്? ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെയാണോ പേര്? എല്ലാവരും വിളിക്കുക. ആയിക്കോട്ടെ. എന്തായാലും നമ്മുടെ വണ്ടിയുടെ പരിപാടികളും സംഭവങ്ങളും പിന്നെ അതേപോലെ തന്നെ വെഞ്ചരിപ്പും എല്ലാം കഴിഞ്ഞു. അപ്പം അച്ഛൻ ഹായ്. പേരെന്നാ? തെരേസ ലിജോ. ചേട്ടൻ്റെ പേര്? ചേട്ടനല്ലേ അവിടെ നിന്ന് വഴി പറഞ്ഞേ? അപ്പം വാ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നേ? ചേട്ടൻ്റെ പേരെന്നാ? ജോയൽ. പേരെന്നാ? അബി. പേരെന്നാ? ക്രിസ്ത്യൻ.
പേര് ജസ്റ്റിൻ ആൽബിൻ. ഇവിടെ പരിചയപ്പെടുത്തുന്നത് പേരെന്നാ? ആരോൺ. പേര് വന്ന എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം താങ്ക് യു. ആണല്ലേ? എന്ത് ചെയ്യാ? ഞാൻ വിപ്രോയിൽ വർക്ക് ചെയ്യാം.